ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിച്ചു ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിച്ചു ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഒരിക്കലും പിരിഞ്ഞു പോയിടാത്തൊരുറ്റ സ്നേഹിതൻ, ശരിക്കു സൽപ്രബോധനങ്ങൾ തന്നു താങ്ങിടുന്നവൻ, തനിക്കു തുല്യനില്ല ഭൂവിൽ അന്യനിത്ര നല്ലവൻ. തനിക്കു തുല്യനില്ല ഭൂവിൽ അന്യനിത്ര നല്ലവൻ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാ, ഒരുത്തനും പിടിച്ചു വേർപിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നുമേതുമേ ഭയന്നിട. വിരുദ്ധമായി വരുന്നതൊന്നുമേതുമേ ഭയന്നിട. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. അനാഥനല്ല ഞാനിനി അനുഗ്രഹാവകാശിയാ. അനാദി നിർണയപ്രകാരമെന്നെയും വിളിക്കയാൽ വിനാശമില്ലെനിക്കിനി അനാമയം വസിച്ചിടാ. വിനാശമില്ലെനിക്കിനി അനാമയം വസിച്ചിടാ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിച്ചു ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിച്ചു ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിച്ചു ഇത്ര ശ്രേഷ്ഠനാഥനെന്റെ മിത്രമായി ഭവിച്ചു ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഒരിക്കലും പിരിഞ്ഞു പോയിടാത്തൊരുറ്റ സ്നേഹിതൻ, ശരിക്കു സൽപ്രബോധനങ്ങൾ തന്നു താങ്ങിടുന്നവൻ, തനിക്കു തുല്യനില്ല ഭൂവിൽ അന്യനിത്ര നല്ലവൻ.
തനിക്കു തുല്യനില്ല ഭൂവിൽ അന്യനിത്ര നല്ലവൻ. ഇതെന്തു ഭാഗ്യമേശുനാഥനോടു ചേർന്നു ഞാനിതാ. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാ, ഒരുത്തനും പിടിച്ചു വേർപിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നുമേതുമേ ഭയൻ. സാഹിത്യ സമ്പുഷ്ടതയും ഭാഷാശൈലിയും കൊണ്ട് സദസ്യരുടെ ഹൃദയം കവരുന്ന അനുഗ്രഹീത സുവിശേഷകൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി നമുക്കെല്ലാവർക്കും ചിരപരിചിതനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും ബാല്യകാലവും പലപ്പോഴും നമുക്ക് വേണ്ടതുപോലെ അറിയില്ല എന്നതാണ് വാസ്തവം. തന്മൂലം ഇന്നത്തെ അഭിമുഖത്തിന്റെ ആദ്യ ചോദ്യം അതുതന്നെയാകട്ടെ. പ്രിയ സഹോദരന്റെ ബാല്യകാലവും കുടുംബ പശ്ചാത്തലവും അല്പമായിട്ട് ഒന്ന് വിവരിക്കാമോ? എൻ്റെ സ്വന്തം സ്ഥലം കന്യാകുമാരി ജില്ലയിൽ കൽക്കുളം താലൂക്കിൽ തിരുവട്ടാർ എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ്. രാഷ്ട്രീയമായും പ്രത്യേകിച്ച് ഞങ്ങളുടെ ജാതിയോട് ബന്ധപ്പെട്ടും വളരെയേറെ ഐതിഹാസികമായ ഒരു സ്ഥലമാണ് തിരുവട്ടാർ. അവിടെ വളരെ പുരാതനമായ ഒരു യാദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. സാംസ്കാരികമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിൽ ഞങ്ങളുടെ ആളുകൾ ക്രമേണ നായന്മാരായി കൺവെർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആളുകളുടെ പേരിനോട് ചേർത്ത് അവർ പിള്ള എന്നെഴുതാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അച്ഛൻ രാമൻ പിള്ള എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എനിക്കും കൃഷ്ണപിള്ള എന്നുള്ള പേരാണ് അവർ തന്നത്. എൻ്റെ അമ്മയുടെ പേര് മാലി വള്ളി എന്നാണ്. ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. ഞാൻ മൂത്ത ആളാണ്. എൻ്റെ അനുജൻ ഒരാളുണ്ട്, 2 സഹോദരിമാരുണ്ട്. ഞങ്ങൾ സാമാന്യം ഹൈന്ദവ പശ്ചാത്തലത്തിലാണെങ്കിലും വളരെയേറെ തീവ്രമായ ഭക്തിയോ മതപരമായിട്ട് കൂടുതലായ താല്പര്യമോ കാണിച്ചിരുന്നില്ല. എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ അമ്മയും കൊച്ചമ്മയും ഒക്കെ എന്നെ ഭക്തിപരമായി വളർത്താനായിട്ട് ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് രാമായണം, ഭാരതം, ഭാഗവതം ഇത്യാദി ഗ്രന്ഥങ്ങൾ എന്നെ പഠിപ്പിക്കാനും അവർ ശ്രമിച്ചു. അങ്ങനെ പഠിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ചെറുതിലെ മുതൽ തന്നെ പ്രത്യേകമായി ഞങ്ങളുടെ ആചാരമനുസരിച്ചുള്ള ഹൈന്ദവ പശ്ചാത്തലത്തിൽപ്പെടുന്ന ഭക്തിപരമായ നിലയിൽ ചില വ്രതങ്ങളും മറ്റും ഏകാദശി, ശിവരാത്രി, നവരാത്രി തുടങ്ങിയ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചാണ് കഴിഞ്ഞിരുന്നത്. പിന്നെ ആണ്ടുതോറും ഞങ്ങളുടെ വീട്ടിൽ വെച്ച് രാമായണം, ഭാഗവതം ഇത്യാദി വായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് ചുമതല വഹിച്ചും ഞാൻ ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ കുറെ വളർന്നു വന്നത്. പിന്നെ മതപരമായി കുറെ കൂടെ അറിയണമെന്നുള്ള താല്പര്യം കൊണ്ട് പലതും വായിക്കാനിടയായി. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഉപരിപാഠങ്ങൾ പഠിക്കാനുള്ള ശ്രമത്തിൽ പ്രാണായാമം, യോഗാഭ്യാസം ഇതൊക്കെ ശീലിച്ചു. ഹൈന്ദവ മതത്തിൽ നിന്ന് അറിയപ്പെടുന്ന മിക്കവാറും പുരാണങ്ങളൊക്കെ വായിച്ച് ആ രീതിയിൽ പുരോഗമിക്കുകയായിരുന്നു. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസത്തോട് എനിക്ക് താല്പര്യം തോന്നിയത്. അങ്ങനെ കമ്മ്യൂണിസത്തോട് താല്പര്യം തോന്നിയപ്പോഴും എൻ്റെ ഇഷ്ടമൂർത്തി ഭഗവാൻ കൃഷ്ണനായിരുന്നു. 2-3 പ്രധാന കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, ഭഗവാൻ കൃഷ്ണൻ എൻ്റെ കുടുംബ ദൈവമാണ്, ഞങ്ങളുടെ കുലത്തിൻ്റെ ദൈവമാണ്, കുലത്തിൻ്റെ നേതാവുമാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് വളരെയേറെ അഭിനിവേശമുണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് ഞാൻ സ്നേഹിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നത്. ആ ബന്ധത്തിൽ ഞാൻ ഭഗവത്ഗീത നിരന്തരം വായിക്കുകയും കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായി. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഒരു തൊഴിലുമൊക്കെയാണ്. അതൊക്കെ നടത്തിക്കൊണ്ട് അപ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പ്രവർത്തനത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. എന്നാൽ കൃഷ്ണഭക്തി ഞാൻ ഒട്ടും വിട്ടുമില്ല. കാൾ മാർക്സിനോട് എനിക്ക് താല്പര്യമായി. അങ്ങനെ മാർക്സിസത്തിലാൽ ഞാൻ ആകർഷിക്കപ്പെട്ട് ഏകദേശം 3 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് പൊടുന്നനെ എനിക്ക് ചില പ്രത്യേക കാരണങ്ങളുണ്ട് കമ്മ്യൂണിസം വിട്ട് ദ്രാവിഡ കഴകത്തിൽ ചേരണം എന്ന് തോന്നി. ഈവ പെരിയാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചും അതുപോലെ തന്നെ DNK നേതാക്കന്മാരുടെ ചില എഴുത്തുകൾ വായിച്ചും അതിനോട് താല്പര്യം തോന്നിയതുകൊണ്ട് പാർട്ടി ബന്ധം വിട്ട് ആ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണം തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് യാദൃച്ഛികമായി ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്
ഞാൻ ബൈബിൾ വായിക്കാൻ ഇടയാകുന്നത്. ഇതാണ് എൻ്റെ പശ്ചാത്തലം. അന്തരാത്മാവിൽ കറതീർന്ന കൃഷ്ണഭക്തനും സമൂഹത്തിൽ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുമായി കഴിയുന്ന സമയത്താണ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായത് എന്ന് ചില പ്രസംഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത് കേൾക്കുവാനിടയായിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായ സാഹചര്യം സഹോദരന് ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങളുടെ സ്ഥലത്തിനടുത്ത് ചില ക്രൈസ്തവരുണ്ടായിരുന്നു. പ്രായണ അവരെല്ലാം ഞങ്ങളുടെയൊക്കെ പാട്ടക്കാരായിരുന്നു. അതിൽ ഏറെക്കുറെ എൻ്റെ പ്രായമുള്ള ഒരു സുഹൃത്ത് ഞങ്ങളുടെ അടുത്ത് കുറേ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നു. അദ്ദേഹവും ഞാനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എല്ലായ്പ്പോഴും മതപരമായ കാര്യം പറയുന്ന രീതിയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എപ്പോഴും എന്നോട് യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു ദൈവമാണ്, ക്രിസ്തു നല്ലവനാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാനതിന് പകരമായിട്ട് കൃഷ്ണൻ നല്ലവനാണ്, കൃഷ്ണൻ വലിയ ആളാണ്, ദൈവമാണ് എന്ന് ഞാനും പറയും. ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് രണ്ടുപേരും പിരിയും. ചിലപ്പോൾ ആ യേശുക്രിസ്തു ദൈവം എന്നൊക്കെ പറയുന്നത് എനിക്ക് അസഹ്യമായി തോന്നുന്നതുകൊണ്ട് ഞാൻ സ്വല്പം ക്ഷോഭിച്ചു എന്നുണ്ട്. പക്ഷേ എങ്കിലും അയാൾ എപ്പോഴും അത് തന്നെ തുറന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഏറെക്കുറെ ഒരു 3 വർഷക്കാലം ഇത് സംബന്ധിച്ച് കുറെ കൂടെ കൂടുതലും കുറഞ്ഞുമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിൻ്റെ പര്യവസാനമായപ്പോൾ ഒരു യാദൃച്ഛിക സംഭവം ഉണ്ടായി. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ക്രിസ്ത്യാനികൾ, അതായത് RC-ക്കാരും CSI-ക്കാരും ഒക്കെ ഇടതിങ്ങി പാർക്കുന്ന ഒരു മേഖലയിലൂടെ വരികയായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഈ പറഞ്ഞ സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹത്തോട് കൂടെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത് തന്നെ വീണ്ടും യാദൃച്ഛ്യമായിട്ട് പറയാനിടയായി. കാരണം ഞങ്ങൾ കമ്മ്യൂണിസമൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും രാഷ്ട്രീയത്തിലൂടെയൊക്കെ വന്ന് ഒടുവിൽ കലാശിച്ചത് യേശുക്രിസ്തുവിനെ കുറിച്ച് അയാൾ അവതരിപ്പിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യമായി. ഞാൻ പറഞ്ഞു, കാരൽ മാർക്സിനെ കുറിച്ച് പറയൂ, അദ്ദേഹം ഒരു വിപ്ലവകാരിയാണ്. യേശുക്രിസ്തു വിപ്ലവകാരിയാണെന്ന് പറയൂ, സമ്മതിക്കാം. പക്ഷേ യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ ഒക്കെയില്ല എന്ന് ഞാൻ വളരെ ക്ഷോഭിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന പലരും എൻ്റെ ചില പരാമർശങ്ങളിൽ ക്ഷോഭിക്കൊണ്ട് വളരെയേറെ ഒരു സംഘർഷ അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഒന്നും സംഭവിച്ചില്ലെങ്കിലും അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിനെ യേശുവിടെ മകൻ എന്ന് വിളിച്ചത് നിങ്ങൾക്ക് വളരെയേറെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഞാൻ ഇനി നിങ്ങളുടെ മതഗ്രന്ഥമായ ബൈബിൾ വായിച്ചിട്ട് ഈ മറുപടി പറയാം എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനൊരു ബൈബിൾ അന്വേഷിച്ച് വാങ്ങിച്ചപ്പോൾ കിട്ടിയത് തമിഴ് ബൈബിളായിരുന്നു. ആ തമിഴ് ബൈബിൾ വായിച്ചതുകൊണ്ട് തമിഴ് ഭാഷയും കുറേ കൂടെ പഠിച്ചു, ബൈബിളും വായിച്ചു. അങ്ങനെ ബൈബിൾ വായിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലായതെല്ലാം ഞാൻ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ടാണ് മനസ്സിലാക്കിയത്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലെ ക്രൈസ്തവ ദൈവം, ആ ദൈവം ചതിക്ക് കൂട്ടുനിൽക്കുന്നവനാണ് എന്ന നിഗമനത്തിൽ ഞാനെത്തി. യേശാവിനെ ദേഷിച്ച് യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ള ദൃഷ്ടാന്തമാണ്. പിന്നെ മിസ്രൈമിൽ നിന്ന് പോകുമ്പോൾ അവർ ഈജിപ്ഷ്യൻ ജനതയെ കൊള്ളയടിച്ചിട്ട് പോയി. കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ക്രിസ്ത്യൻ ദൈവമെന്ന് 2ാമത്തെ പുസ്തകത്തിന് ഞാൻ കുറിപ്പെഴുതി. അത് കഴിഞ്ഞ് ഞാൻ 3ാമത്തെ പുസ്തകം വായിച്ചു, ലേവ്യ. ആ പുസ്തകം വായിച്ചിട്ട് ഞാൻ എഴുതി, ആവി കുഞ്ഞിക്കൊണ്ടിരിക്കുന്ന ഇറച്ചിക്കലത്തിന് വേണ്ടി ദാഹിക്കുന്ന ക്രിസ്ത്യൻ ദൈവം. ഞാൻ എഴുതി വെച്ചു. അങ്ങനെ ഓരോ പുസ്തകത്തിനും ഓരോ പരാമർശങ്ങൾ എഴുതി ഞാൻ ആ ഭാഗങ്ങളെല്ലാം മറിച്ച് പ്രവാചക പുസ്തകങ്ങളുടെ ഇടയ്ക്കിലേക്ക് വന്നു. പ്രവാചക പുസ്തകങ്ങളുടെ ഇടയ്ക്കിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അത് മനസ്സിലാകാത്തത് കൊണ്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാലികേറ മലയായതുകൊണ്ട് അവിടെ വിട്ട് ഞാൻ നേരെ മത്തായി എഴുതിയ സുവിശേഷം വായിക്കാൻ പോയി. മത്തായി എഴുതിയ സുവിശേഷം വായിച്ചിട്ട് ഞാൻ എഴുതി, യേശുവിടെ മകൻ തന്നെ. 2-3 സുവിശേഷങ്ങളിൽ വായിച്ചിട്ട് ഞാൻ ഇതേ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു. പക്ഷെ 4ാമത്തെ സുവിശേഷത്തിൻ്റെ ഗംഭീരമായിരിക്കുന്ന മുഖവിര വായിച്ചതോടുകൂടി എനിക്ക് പെട്ടെന്നൊരു മാനസികമായ ഒരു അടുപ്പം അതിനോട് തോന്നി. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ആ സുവിശേഷം വായിക്കാനിടയായി. ആ സുവിശേഷങ്ങൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചപ്പോൾ ആദ്യത്തെ മിക്കവാറും വാക്യങ്ങളുടെ എനിക്ക് വല്ലാത്തൊരു അഭിനിവേശം തോന്നി. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നൊക്കെ വായിച്ചപ്പോൾ അതിൽ എനിക്ക് അവിടെ മറ്റു ജീവചരിത്രമൊന്നുമില്ലാതെ വചനം എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചത് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതൽ വായിക്കുകയും ഒരളവിൽ കാണാതെ പഠിക്കുകയും ചെയ്തു. അങ്ങനെ യേശുക്രിസ്തുവിനോട് അറിയാതെ തന്നെ എനിക്കൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടായി തുടങ്ങി. അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ പരാമർശങ്ങളും ആക്ഷേപങ്ങളും പ്രായണ വേണ്ടാന്ന് വെച്ചു. അതിനൊരു കാരണം, ലോകത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ദൈവമായി കരുതുന്ന ആൾ ഇപ്പോൾ അദ്ദേഹത്തോട് എനിക്കൊരു ബഹുമാനമൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് ഇനി ആ രീതി തുടരണ്ട എന്ന് ഞാൻ കരുതി.
പക്ഷേ ക്രിസ്തുവിനെ ഞാൻ അന്ന് പ്രത്യേകിച്ച് ഒരു വിപ്ലവകാരിയായിട്ട് മാത്രമേ സ്വീകരിച്ചിരുന്നുള്ളൂ. പക്ഷേ കുറെ കൂടെ കഴിഞ്ഞ് യാദൃച്ഛ്യമായിട്ട് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതായ ഈ ആളിൻ്റെ പേര് യേശുദാസൻ എന്നാണ്. അയാൾ തന്നെ മറ്റൊരു വശാൽ എന്നെ ഒരു പ്രസംഗം കേൾക്കാൻ ശ്രമിച്ചു. അയാൾ പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടിയല്ല കൊണ്ടുപോയത്, വളരെ ദൂരെ ആയതുകൊണ്ട്, യോഗസ്ഥലം ആയതുകൊണ്ട് എന്നെ ഒരു കൂട്ടിന് വിളിച്ചതാണ്. അങ്ങോട്ട് പോകുമ്പോൾ ബസ്സിന് പോകാം, തിരിച്ചു വരുമ്പോൾ നടന്നു വരണം, ഇത്രയും ദൂരം വേറെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. പക്ഷെ ആ സഹായിക്കാൻ പോയിട്ട് ഞാൻ ആ പ്രസംഗമൊന്നും എനിക്ക് മനസ്സിലായില്ല. ക്രിസ്ത്യാനിയുടെ ശൈലിയും ഭാഷയും എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ നടക്കുന്ന രീതികളും എനിക്ക് ഇഷ്ടമായില്ല. എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും. ഒരു 10-20,000 ആൾ കൂടിയ ഒരു യോഗമാണ്. മാർത്താണ്ഡത്തിനടുത്ത് കാഞ്ഞിരകൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു യോഗമാണ്. പക്ഷേ അതിൽ ഒരു പ്രസംഗകൻ ഒരു മിഷണറിയാണ്. അയാൾ എവിടുത്തുകാരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തമിഴ് ഭാഷാന്തരം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ട് എഴുന്നേറ്റ് പോകും. ഇയാളോട് ഞാൻ പറഞ്ഞു, തനി കൂട്ടിന് വരാമെന്നല്ലേ പറഞ്ഞു, ഞാൻ അവിടെ താഴെ നിൽക്കും, അവിടെ വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു പോയി. അവിടെ നിന്ന് ഒരു 5-8 സ്റ്റെപ്പ് നേരെ താഴോട്ട് ഇറങ്ങണം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും ഞാൻ തിരിഞ്ഞ് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രസംഗകൻ ഇങ്ങനെ ചിരിക്കുന്ന ആളുകളോട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അയാളുടെ വിരൽ എൻ്റെ നേരെയാണ്. അങ്ങനെ 1, 2, 3 സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോൾ ഇതേ രീതിയിൽ ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഒന്നിച്ച് പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അത് എന്നെ കൂടെ ചിന്തിപ്പിച്ചു. അങ്ങനെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ യേശു ക്രിസ്തുവിനോട് എനിക്ക് വായിച്ചപ്പോഴുണ്ടായ സ്നേഹവും ബഹുമാനവും ഈ പ്രസംഗത്തിൽ കേട്ട ഈ ആശയങ്ങളും കൊണ്ട് എനിക്ക് കൂടുതൽ ക്രിസ്തുവിനോട് സ്നേഹം തോന്നി. ആ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളതായിരുന്നു. അതിന് ഒരു ഹ്രസ്വ വിദേഹം നൽകിയിട്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, പുനരുത്ഥാനമൊക്കെ അദ്ദേഹം പറഞ്ഞു. അതെല്ലാം കുറച്ച് കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അതെൻ്റെ ഹൃദയത്തിൽ ഒരു ചലനം ഉണ്ടാക്കാനിടയായി. അങ്ങനെ ഈ സുവിശേഷങ്ങളിൽ വായിക്കുകയും ഇത് കേൾക്കുകയും ചെയ്തതോടുകൂടി ക്രിസ്തുവിനെ ഞാൻ കൂടുതലായിട്ട് അറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഇടയായി. അങ്ങനെ ഇത് ഞാൻ എൻ്റെ മനസ്സിൽ വളരെ ശക്തമായൊരു സംഘർഷം ഉണ്ടാകാൻ തുടങ്ങി. ഒരു വശത്ത് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണൻ, മറുവശത്ത് ഞാൻ പുതുതായി അംഗീകരിക്കാൻ പോകുന്ന ക്രിസ്തു. ഇതിലാരെയാണ് എനിക്ക് സ്വീകരിക്കാൻ കഴിയുക? ഞാനൊരു 3 ദിവസത്തെ കഠിനമായിരിക്കുന്ന മാനസിക സമ്മർദ്ദം തന്നെ അനുഭവിച്ചു. അത് വളരെയേറെ ശക്തമായിട്ടാണ് ഈ സമ്മർദ്ദം എനിക്ക് അനുഭവപ്പെട്ടത്. 2 വ്യക്തികൾ എൻ്റെ മുമ്പിലുണ്ട്. ഭഗവാൻ കൃഷ്ണനുമുണ്ട്, എൻ്റെ ഇഷ്ടമൂർത്തിയും ഞങ്ങളുടെ കുലനാഥനുമായ കൃഷ്ണൻ. മറുവശത്ത് ഞാൻ വിദേശിയാണെന്ന് എഴുതി തള്ളിയ കച്ചവടക്കാരായ ഇംഗ്ലീഷുകാർ, കപ്പലിൽ കയറ്റി ഇറക്കുമതി ചരക്കായ യേശു ക്രിസ്തുവിനെ കപ്പലിൽ കയറ്റി തിരിച്ചേക്കുമെന്ന് ആക്രോശിച്ചതായ ആ ക്രിസ്തു ഇപ്പോൾ എനിക്ക് ഇഷ്ടപാതരമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലുള്ള ഒരു വലിയ സംഘർഷം എനിക്ക് അനുഭവപ്പെട്ടു. ആ സംഘർഷങ്ങളുടെ പരിസമാപ്തിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊരു തീരുമാനം ഒരു രാത്രിയുടെ യാമത്തിൽ ചെയ്യേണ്ടി വന്നു. ഒടുവിലായി ഞാനിങ്ങനെ തീരുമാനിച്ചു, കൃഷ്ണൻ എൻ്റെ കുലനാഥൻ തന്നെയാണ്, പക്ഷേ യേശു ക്രിസ്തുവാണ് എൻ്റെ ആധ്യാത്മിക ഗുരുവും ആചാര്യനും രക്ഷിതാവും എന്ന് ഞാൻ വിശ്വസിച്ചു, അംഗീകരിക്കുകയും അത് അവിടെ വെച്ച് തന്നെ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും ചെയ്തു. മനസ്സുകൊണ്ട് തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഞാൻ അവിടെ വെച്ച് ഒരു പ്രതിജ്ഞ തന്നെ ചെയ്തു, യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന്. അന്ന് എൻ്റെ ഉള്ളിൽ നടന്ന ആധ്യാത്മികമായിരിക്കുന്ന, നമ്മൾ സാധാരണ ബൈബിളിൽ എന്ന് പറയുന്ന പാവനാൽ വീണ്ടും ജനം എന്നൊക്കെ പറയുന്നത്, അതുപോലെ എനിക്ക് വിശദീകരിക്കാൻ അറിഞ്ഞൂടെ എന്തോ ഒരു പ്രക്രിയ എൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ യേശു ക്രിസ്തുവിനോട് ഒരിക്കലും എനിക്ക് ഏതെങ്കിലും നിലയിൽ ഒരു ഭക്തിയോ സ്നേഹമോ ബഹുമാനമോ തോന്നാനുള്ള യാതൊരു കാരണവുമില്ലായിരുന്നു. ചുരുക്കത്തിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി അന്ന് അംഗീകരിച്ചു. അന്ന് യേശു ക്രിസ്തുവിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായ ഒരു ബോധ്യം എനിക്ക് വന്നു. അതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും ഞാൻ യേശു ക്രിസ്തുവിനോട് നേരിട്ട് ഏറ്റുപറഞ്ഞു. ആ തെറ്റുകൾക്കെല്ലാം ക്രിസ്തു ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതായ ബോധ്യം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ആ ദിവസം ഒരു ആദ്യ സമയത്ത് അമിതമായിരിക്കുന്ന സന്താപവും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചൊരു തീരുമാനം ചെയ്തപ്പോൾ അമിതമായ സന്തോഷവും, അങ്ങനെ സന്തോഷവും സന്താപവും ചേർന്ന ഒരു സമ്മിശ്ര വികാരം കൊണ്ട് വീണ്ടും ഞാനൊന്ന് വീർപ്പുമുട്ടുകയായിരുന്നു. ഒടുവിൽ ഞാൻ ക്രിസ്തുവിനെ എൻ്റെ ഇഷ്ടമൂർത്തിയായിട്ട്, രക്ഷിതാവായിട്ട്, കർത്താവായിട്ട് അംഗീകരിച്ച് തീരുമാനിക്കുക തന്നെ ചെയ്യും. അന്ന് എനിക്ക് അതുവരെ ഉണ്ടാകാത്ത മറ്റൊരനുഭവം കൂടെ ഉണ്ടായി. ഞാൻ ഒരിക്കലും ഒരു സ്വപ്നമോ ദർശനമോ ഒന്നും വിശ്വസിക്കാത്ത ആളാണ്.
ഭക്തിയുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അല്പം യുക്തിയുടെ കടത്തിയാണ് അതൊക്കെ ചിന്തിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം യുക്തിയുടെ ചേർന്നതിൽ ഈ ഭക്തി ശരിയാകും എന്നുള്ള പക്ഷമാണ് എൻ്റേത്. അതുകൊണ്ട് അന്ന് ഭഗവാൻ കൃഷ്ണനെ ഒരു സ്വപ്നത്തിലെന്ന വണ്ണം ഞാൻ കാണുകയും കൃഷ്ണനോട് എനിക്ക് വീണ്ടും വീണ്ടും അഭിനിവേശം ഉണ്ടാവുകയും ചെയ്തു. എങ്കിലും ഞാൻ യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കാതെ അദ്ദേഹത്തെ തന്നെ മുറുകെ പിടിച്ച് തുടരാനായിട്ട് വീണ്ടും ഒരു തീരുമാനം ശക്തമായിട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതും രക്ഷിക്കപ്പെടുന്നതും. ഇത് 1957 ഡിസംബർ മാസം 27-ാം തീയതിയാണ്. ആ മാസത്തിൽ പിന്നെ ദിവസങ്ങളിൽ അധികമില്ല. അങ്ങനെ അന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഇപ്രകാരം അനുകൂലമല്ലാത്തൊരു പശ്ചാത്തലത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് മുൻപോട്ട് വരുന്നവർ സാധാരണയായി വിവിധമായ പ്രതികൂല അനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അപ്രകാരമുള്ള അനുഭവങ്ങൾ സഹോദരൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത് ഒന്നുകൂടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ആളോടാണ്. അദ്ദേഹം അതിന് പ്രതികരിച്ചത്, നിങ്ങൾ പറഞ്ഞ ഇതേ അനുഭവം 3 വർഷത്തിന് മുമ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതലാണ് ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇതുപോലെ മറ്റുള്ളവരോട് പറയുന്നത്. പക്ഷെ അയാൾക്ക് സുവിശേഷം എന്നുള്ള നിലയിൽ വിശദീകരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. യേശുക്രിസ്തു ദൈവമാണെന്ന് എല്ലാവരോടും പറയും. അപ്പോൾ അതായത് പറഞ്ഞ ശേഷം ഇത് എനിക്കുണ്ടായ ഈ അനുഭവവും ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതുമായ വിധം എൻ്റെ പഴയ കമ്മ്യൂണിസ്റ്റ് സഖാക്കളോട് പറഞ്ഞു തരും. ഞങ്ങളൊരു ചെറുപ്പക്കാരുടെ ഒരു സംഘമുണ്ട്. അവരോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അവർ പറഞ്ഞത്, സഖാവിന് വളരെയേറെ വായിച്ചതുകൊണ്ട് തലയ്ക്ക് ചൂട് പിടിച്ചതാണ് എന്ന് പറയുകയും എൻ്റെ വീട്ടിൽ വന്ന് അമ്മയോട് ഈ വിവരം പറയുകയും ചെയ്തു. അമ്മ അത് അച്ഛനെ അറിയിച്ചു. എൻ്റെ അച്ഛന് പല ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു ഭാര്യ വീട്ടിലായിരുന്നു. അവിടെ അച്ഛനെ അറിയിച്ചു. അച്ഛൻ എനിക്ക് എൻ്റെ തലയ്ക്ക് തകരാറാണെന്ന് വിചാരിച്ച് ചികിത്സിക്കാൻ 2 വൈദ്യന്മാരെയും കൊണ്ടാണ് വീട്ടിൽ വന്നത്. അവിടെ വന്നപ്പോൾ ഭാഗ്യവശാല വൈദ്യന്മാർ ഒന്നും അറിവുകൂടായെങ്കിലും കത്തോലിക്കരായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അവന് വിശ്വാസം കൊണ്ട് ഇപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ലാതെ എനിക്ക് വേറെ അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അച്ഛന് കാര്യം മനസ്സിലായെങ്കിലും അദ്ദേഹം പറഞ്ഞു, എടാ ദൈവമൊന്നുമില്ല, അത് നിനക്കെന്തോ ഭ്രാന്ത് പിടിച്ചത്, ദൈവം എന്ന് പറഞ്ഞതാണ്, അല്ല ഇവനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ അച്ഛൻ അത് വിടുകയും ചെയ്തു. പിന്നെ നാട്ടിലെല്ലാവരും പറഞ്ഞു ഈ വായിച്ച് ചൂട് പിടിച്ചതാണ് എന്ന് പൊതുവെ പരസ്യമായി. അങ്ങനെ ആ സമയത്ത് തന്നെ ഞങ്ങൾ അടുത്ത് വേറൊരാളുണ്ടായിരുന്നു. അയാൾ അവിടുത്തെ ഒരു റൗഡിയായിരുന്നു. വിഘ്നേശ്വരൻ നായർ എന്നാണ് അയാളുടെ പേര്. ഈ ഞാൻ പറഞ്ഞ ഈ യേശുദാസൻ തന്നെ അയാളോട് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. അയാൾ അവിടുത്തെ ഒരു റൗഡിയാണ്, മദ്യപനാണ്, ഒരു നല്ല തറവാട്ടിലെ അംഗവുമാണ്. അയാൾക്കൊരു ചെറിയ ചായ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. റൗഡിയായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. അവിടെ വീട്ടുകാരെ വളരെയേറെ ഉപദേശിച്ചു. അവിടെ ഗുരുസ്വാമിയെ കൊണ്ടൊക്കെ ഉപദേശിപ്പിച്ചു. അവിടെ കുടുംബത്തിലെ ഒരാളാണ്. പല നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ എല്ലാം ഉപദേശിച്ചെങ്കിലും വിഘ്നേശ്വരനെ നന്നാക്കാൻ കഴിഞ്ഞില്ല. ആ സാഹചര്യമുള്ളപ്പോൾ ഈ വിഘ്നേശ്വരന് ആരോടെങ്കിലും അല്പം ബഹുമാനമായിട്ട് സംസാരിക്കുമെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ യേശുദാസൻ എന്ന വ്യക്തിയോടാണ്. അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശുദാസൻ ഇയാളോട് നീ മാനസാന്തരപ്പെടണം, അതൊക്കെ അവരെപ്പോഴും പറയുന്ന വാക്കുകളാണ്. മാനസാന്തരപ്പെടണം, നീ ഈ വഴികളൊക്കെ വിട്ട് ദൈവത്തിലേക്ക് വരണം എന്നൊക്കെ പറയുമായിരുന്നു. കുറഞ്ഞപക്ഷം നീ ഈ ജീവിത രീതി മാറ്റണം എന്നൊക്കെ പറയും. അതെന്തോ വിഘ്നേശ്വരൻ നായർ യേശുദാസൻ പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കും. മറ്റാരെങ്കിലും പറഞ്ഞാൽ അയാൾ ചീത്ത പറയുകയുള്ളൂ. ഏതായാലും അങ്ങനെ പറഞ്ഞ് ഭാഗ്യവശാൽ ഒരിക്കൽ അയാൾ രക്ഷിക്കപ്പെടാനിടയായി വിഘ്നേശ്വരൻ. ഞാൻ രക്ഷിക്കപ്പെട്ട് 2 മാസം കഴിഞ്ഞപ്പോഴാണ് അയാൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വീണ്ടും ഒരു പ്രശ്നത്തിന് ആരംഭമായി. ഞാൻ രക്ഷിക്കപ്പെട്ട് വീട്ടിലിറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മ കുറച്ച് ബഹളം ഉണ്ടാക്കിയെങ്കിലും അതങ്ങനെ നിന്നു. വലിയ കൂടുതൽ ആയില്ല. ഈ വിഘ്നേശ്വരനും കൂടെ രക്ഷിക്കപ്പെട്ടു വന്നു. അങ്ങനെ നാട്ടിലെ ഒരു ചെറിയ സംഘർഷം തന്നെ ഉണ്ടാകുമെന്നായി. കാരണം യേശുദാസന് അവിടുത്തെ പാരമ്പര്യമുള്ള CSI ക്രിസ്ത്യനാണ്. ഞങ്ങൾ 2 പേരും 2 വിധത്തിൽപ്പെട്ട ഹൈന്ദവ പശ്ചാത്തലമുള്ളവരാണ്. അങ്ങനെ ഞങ്ങൾ ക്രിസ്ത്യാനിയായത് ഇയാൾ മുഖേന എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ സംഘർഷത്തിൻ്റെ രൂപമുണ്ടായി. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല ഒന്നും. പക്ഷെ അങ്ങനെ കുറച്ച് ദിവസം പോകുമ്പോൾ ഇയാൾ വരുന്നവരോടെല്ലാം എന്താ തനിക്കിങ്ങനെ മാറ്റം വന്നു? അയാളെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മീശ നാരങ്ങ വെക്കാവുന്ന നിലയിൽ തിരികെ വിട്ടതും ക്രിയാവ് പിക്ചാക്സ് മോഡലുള്ളതും റൗഡിസത്തിന് പറ്റിയ ക്രോപ്പും നല്ല വോളിൽ ജൂവായും
അതിനകത്തൂടെ തിരികെ പിടിപ്പിച്ചിരിക്കുന്ന കഠാര, പുറത്ത് കാണുന്നതും ഒരു ആർക്കും ഭയം ജനിപ്പിക്കുന്നതുമായ വേഷമാണ്. ഇതെല്ലാം ആൾ മാറ്റിക്കഴിഞ്ഞ് മദ്യപാനമൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ആരും ചോദിച്ചു തനിക്ക് എന്താ പറ്റിയെന്ന്. അപ്പോൾ അവർ പറയുന്നത് യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതുകൊണ്ട് യേശുക്രിസ്തുവിനെ മാറ്റിയതെന്നാണ് വിഘ്നേശ്വരൻ വരുന്ന എല്ലാവരോടും പറയും. ഇതാണ് അവിടെ എല്ലാം പരക്കാനിടയായത്. അത് ഞാനും ഇയാളും കൂടെ പിന്നെ കാണാനിടയായി. അങ്ങനെ ഞാൻ ഇയാളോട് ചെന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വലിയ പരസ്പരം ധൈര്യമായി തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പിരിഞ്ഞുപോയി. ഞാൻ വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം വായിച്ചു. അവർ അവഗണിച്ചിരുന്ന മത്തായി സുവിശേഷം വീണ്ടും വായിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇരിക്കുമ്പോഴും ഒരു നിരന്തര വായന ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ജോസഫ് മുണ്ടശ്ശേരിയുടെ കൊമ്പയിൽ നിന്ന് കുരിശിലേക്ക് എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ക്രിസ്തീയമായ ഒരുപാട് ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ജ്ഞാനസ്നാനം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിയുടെ ഇടയിലുള്ള ഒരു ആചാരമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ മത്തായിയുടെ സുവിശേഷം വായിച്ചപ്പോൾ മുണ്ടശ്ശേരിയുടെ പുസ്തകത്തിൽ പറയുന്ന ജ്ഞാനസ്നാനം മത്തായിയിലും വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, യേശുക്രിസ്തു യോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചിട്ടുണ്ട്. സ്നാനം എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ്. അത് കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയത് ഒരു സന്യാസിയാണ്, യോഹന്നാൻ സ്നാപകൻ. സ്നാനപ്പെടുത്തിയത് നദിയിൽ വെച്ചാണ്. അപ്പോൾ എനിക്കും ഇതുപോലെ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കണം എന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കി തീരുമാനിച്ചു. പക്ഷേ അതുപോലെ ഒരു ക്രിസ്ത്യൻ സന്യാസി ഉണ്ടോ, എനിക്കങ്ങനെ സ്നാനപ്പെടാൻ കഴിയുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ തീരുമാനം യേശുദാസനെ അറിയിച്ചു. ഇവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യൻ സന്യാസിമാരുണ്ടോ, എനിക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാളെ പറഞ്ഞു തന്നു. അത് ഞങ്ങളുടെ വീടിൽ നിന്നൊരു 4 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്ത് ഒരു നദീ തീരത്ത്, അതായത് താമ്രപർണി നദിയുടെ തീരത്ത് ഒരു ആശ്രമം കെട്ടി കഴിയുന്ന ദേവനേശൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെ സാധു ദേവനേശൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഞാൻ നേരെ ഇയാൾ പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് എന്നെ സ്ഥാനപ്പെടുത്തണം എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ എൻ്റെ അച്ഛൻ്റെ പേരുമൊക്കെ ചോദിച്ചിട്ട് ഞാൻ സ്ഥാനപ്പെടുത്തില്ല, പ്രശ്നങ്ങളാകുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ബാധിച്ച് ഒടുവിൽ അദ്ദേഹത്തെ സ്ഥാനപ്പെടുത്താൻ സമ്മതിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 സാക്ഷികളെ കൊണ്ടുവരണമെന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന് 2 സാക്ഷികളെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഞാൻ സാക്ഷികളെ കണ്ടുപിടിക്കാനായിട്ട് തിരിച്ചിവിടെ വന്ന് ഈ പറഞ്ഞ യേശുദാസനോട് പറഞ്ഞു. അയാൾ CSI മെമ്പറാണ്. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാനം ശരിയല്ല, അതുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം വന്ന് സ്ഥാനപ്പെടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വിവരം വിഘ്നേശ്വരനോട് പറഞ്ഞു. അപ്പോൾ അയാളും പറഞ്ഞു, ഞാനും സ്ഥാനപ്പെടാമോ. പക്ഷെ ഞങ്ങൾ ഒന്നിച്ചു പോകാനൊക്കാത്തത് കൊണ്ട് ഞങ്ങൾ പരസ്പരം ആലോചിച്ച് ഒന്നിച്ച് വേറൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി ചെന്ന് അവിടെ വെച്ച് സ്ഥാനപ്പെടാനുള്ള സാക്ഷ്യം അവരോട് പറഞ്ഞു. അന്ന് അവരൊരു വലിയ യോഗമൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് സാധു ദേവനേശൻ്റെ സഭയിൽ അവർ ആളുകളെ വിളിച്ചു കൂട്ടി ഞങ്ങളോട് സ്ഥാനപ്പെടണമെന്നുള്ള സാക്ഷ്യം പറയാനായി പറഞ്ഞപ്പോൾ ആദ്യം എല്ലാവരും കൂടെ പറഞ്ഞു, കൃഷ്ണൻകുട്ടി തന്നെ ആദ്യം പറയണം. അവർ വിചാരിച്ചത് ഞാൻ എഴുന്നേറ്റ ഉടനെ ചട്ടപ്പെട്ടാന്ന് പറയുമെന്നാണ്. പക്ഷെ എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടാന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വിയർക്കാനൊക്കെ തുടങ്ങി. പിന്നെ സാധു ദേവനേശൻ തന്നെ പറഞ്ഞു വന്ന 2-3 വാക്യങ്ങൾ പറഞ്ഞു ഞാൻ. അത് ഞാനിരുന്നു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നേരെ സ്ഥാനത്തിന് പോയി. അവിടെ ഞങ്ങൾ സ്ഥാനപ്പെട്ട് കരയിൽ കയറി അദ്ദേഹത്തിൻ്റെ ആശ്രമമെന്നോ സഭാഹോളെന്നോ പറയുന്ന സ്ഥലത്തേക്ക് വരികയായിരുന്നു. കുറച്ച് ദൂരമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് എനിക്കൊരു പ്രസംഗം ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു സ്ഥാനത്തിന് വേണ്ടി ഒരു സാക്ഷ്യം പറയാൻ അറിഞ്ഞൂടാതെ നീ എന്ത് പ്രസംഗിക്കുന്ന, അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് പ്രസംഗിച്ച് തീരുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ ശരി, ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു കൂട്ടമുണ്ട്, അതിൽ നിനക്ക് സമയം തരാം, പ്രസംഗിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്നു പ്രസംഗിച്ചു. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ അതിനിടയ്ക്ക് ഞാൻ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി. അത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു. എന്തൊക്കെ പ്രസംഗിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെ പ്രസംഗിച്ചു, നല്ല പ്രസംഗമെന്ന് അവരൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് മുതൽ എൻ്റെ സ്ഥിരം രീതി 1.5 മണിക്കൂറാണ്. അന്ന് ഞാൻ 1.5 മണിക്കൂറാണ് എൻ്റെ മിനിമം ടൈം. ഇന്ന് 1.5 മണിക്കൂറാണ് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചത്. അങ്ങനെയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് കാട്ടുതീ പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിഞ്ഞു. ഞാൻ ഇങ്ങനെ വിഘ്നേശ്വരനും ക്രിസ്ത്യാനികളായി. പിന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവിടെ പറഞ്ഞത് താണവർഗ്ഗക്കാരുടെ പറയൻ്റെ പുലയൻ്റെ ഒക്കെ മാർഗത്തിൽ ചേർന്നു എന്നൊക്കെ വളരെ അപഹാസ്യമായ നിലയിൽ ആക്ഷേപിക്കപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഈ വീട്ടിലോട്ടൊക്കെ വന്നാൽ വലിയ പ്രശ്നങ്ങളായി. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇനി വീട്ടിൽ വരാൻ പാടില്ല. എൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അവിടെ അമ്മ വലിച്ചെറിഞ്ഞ് ഇരുന്നാലാൽ വീട്ടിൽ കയറതെന്ന് അമ്മ കർശനമായിട്ട് വിലക്കി. അപ്പോൾ വിഘ്നേശ്വരനും അതിനേക്കാൾ തിക്തമായ തന്നെ വീട്ടുകാരുടെ എതിർപ്പുണ്ടായി, നാട്ടുകാരുടെ എതിർപ്പുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഈ സന്യാസിയുടെ കൂടെ തന്നെ 2 മാസം താമസിച്ചപ്പോൾ അവരുടെ രീതികളോട് പൊരുത്തപ്പെടാൻ ഞങ്ങൾ കഴിയാതെ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അറിയാവുന്നതുകൊണ്ട്
സിലോൺ ബന്ധക്കൂസിനെ കടത്തിവെട്ടുന്ന ബന്ധക്കൂസായിരുന്നു ഇത്. അതുകൊണ്ട് അവരുടെ ഭയങ്കര ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഇഷ്ടപ്പെടാതെ വന്നത് ഞങ്ങൾ അവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വിഘ്നേശ്വരൻ നേരത്തെ പോയി. ഞാൻ അവിടെ അവരുടെ രീതികളെല്ലാം പെശകാണെന്ന് പറഞ്ഞ് ബൈബിളിൽ അറിയാവുന്ന കുറേ വാക്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഒരു പ്രസംഗമൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ അവരെ വിട്ട് ഞാൻ പോകും. അപ്പോൾ സാധു ദേവനേശനെ ഞങ്ങൾ അയ്യ എന്നാണ് അവിടുത്തെ ആളുകൾ വിളിക്കുന്നത്, ഞാനും അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇന്നെന്താണ് ഇവിടെ പ്രസംഗിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണമൊക്കെ പറഞ്ഞു. നിങ്ങൾ ബൈബിളില്ലാത്തതൊക്കെ പഠിപ്പിക്കുകയാണ്, വിവാഹം വിലക്കുന്നുണ്ട്, ഭക്ഷണം വിലക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വേഗം പറഞ്ഞു. ഏതായാലും പോവുകയാണെന്ന് പറഞ്ഞു. എന്നെ വളരെ ശാന്തമായിട്ട് ഉപദേശിച്ച്, നീ പോകരുത്, ദൈവം നിന്നെ യേശുക്രിസ്തു തൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ താമസിക്കണം, നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേല ചെയ്യും ഞാൻ, പക്ഷെ നിങ്ങളുടെ കൂടെ താമസിച്ച അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിട്ടുപോകും. പിന്നെ നാട്ടിൽ വളർന്നപ്പോൾ വളരെ പ്രശ്നമായി. എനിക്ക് വീട്ടിൽ കയറ്റുകയില്ല, ഭക്ഷണം തരികയില്ല. വിഘ്നേശ്വരനാണെങ്കിൽ പണ്ട് കള്ളുപിടിച്ചൊക്കെ നടന്നതുകൊണ്ട് ഭക്ഷണം ഇവിടെ കിട്ടിയാലും ഒക്കെ കഴിക്കും. ഞാനങ്ങനെ കഴിച്ച് പരിചയിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ എനിക്ക് വലിയ പ്രശ്നമായി. കുറേ ദിവസം പട്ടിണിയൊക്കെ കിടന്നു. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു 60 ദിവസത്തോളം പട്ടിണിയെ കിടന്നു. പിന്നെ വല്ലപ്പോഴും ഒരു പച്ച കപ്പ കിട്ടുകയൊക്കെ ചെയ്താൽ അത് തിന്ന് കുറേ പച്ചവെള്ളം കുടിക്കും. പിന്നെ പണ്ടത്തെ ഹൈന്ദവഭക്തി ഉണ്ടായിരുന്ന കാലത്ത് ഇലകൾ തിന്നാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. തുളസിയുടെ ഇല, മറ്റു ചില ഇലകൾ, ചെടികളുടെ ഇലകൾ, അതൊക്കെ തിന്ന് കുറേ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കഴിയും. പിന്നെ എൻ്റെ അനുജനെ എപ്പോഴും കണ്ട ഇള വിശപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവനൊരു കരിക്കും പറിച്ചോട്ട് തരും, അങ്ങനെ കഴിയും. പിന്നെ എൻ്റെ അമ്മാവൻ എന്നെ വിളിച്ച് ഇടയ്ക്ക് ചോദ്യം ചെയ്തു. അതിനൊരു കാരണമുണ്ട്, അതൊക്കെ പറയാൻ നമുക്ക് ഒരുപാട് സമയം പോകും. അവിടെ ഞങ്ങളുടെ വീട്ടിലാണ് ഈ സ്വർഗവാതിൽ ഏകാദശിയുള്ള ദിവസം രാമായണ വായന നടക്കുന്നത്. അത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ചുമതലയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാനാണ് എല്ലാം ചെയ്യണം. ചിലവൊക്കെ വീട്ടിൽ നിന്നാണ്, അമ്മാവൻ്റെ ആണ്, പക്ഷെ ഞാനാണിത് നടത്തേണ്ടത്. പക്ഷെ അത്തവണത്തെ രാമായണ വായന ഞാൻ മുടക്കിയെന്ന് പറയുന്നത് സമയത്തിന് തുടങ്ങിയില്ല. ഒരു 4 മണിയായി, 5 മണിയായി, 2 മണിക്ക് തുടങ്ങിയെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് പട്ടാഭിഷേകത്തിൻ്റെ ഭാഗത്ത് എത്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അത് താമസിച്ച് പോയാൽ ഞാൻ തന്നെയാണ് ഇവിടെ വായിക്കുന്നത്. ഞാനത് പെട്ടെന്ന് വായിച്ച് അവിടെ കൊണ്ടുപോയി. മറ്റേ രാമായണ വായന എന്നൊരു ശൈലി തന്നെ ഉണ്ടല്ലോ, അതുപോലെ അവർ വായിക്കും. പക്ഷെ ഞാനത് എളുപ്പം വായിച്ച് ആ ഭാഗത്തെത്തിക്കും. പക്ഷെ ഞാനിത് സമയം താമസിച്ചപ്പോൾ അത് വലിയ പ്രശ്നമായി. അപ്പോൾ എൻ്റെ വലിയ മുച്ചി എൻ്റെ അമ്മാവനെ വിളിച്ച് പറഞ്ഞു, ഇന്ന് കൃഷ്ണൻകുട്ടി ഇവിടെ വന്നുമില്ല, ഇത് നടത്തിയുമില്ല, ഇനി എപ്പോൾ ഇതൊക്കെ ചെയ്യുമെന്നൊക്കെ ചോദിച്ച് വളരെ ദേഷ്യത്തിലായി. അപ്പം അമ്മാവനെന്നെ വിളിച്ചു. അമ്മാവനെ വിളിച്ച്, എന്താ നീ ഇത് മുടക്കിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഇതിൽ വിശ്വാസമില്ലെന്ന്. ഇപ്പോഴത്തേക്കോ എന്നെ സമയമുള്ളപ്പോൾ വിളിച്ചോളാം എന്ന് പറഞ്ഞ അമ്മാവൻ എന്നെ തൽക്കാലം വിട്ടു. പിന്നെ അവരതൊക്കെ നടത്തി. പിന്നെ വിളിച്ച അമ്മാവൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തു വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം വേണ്ടെന്ന് വെച്ചതെന്നുള്ളത്. പക്ഷെ അമ്മാവൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അമ്മാവൻ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അവൻ ഇപ്പോഴത്തെ ജാതകം അനുസരിച്ച് 7 ശനിയാണ്, അതുകൊണ്ട് ഇങ്ങനെ പോയത് നന്നായി. 7 വർഷം കഴിയുമ്പോൾ അവൻ മടങ്ങി വരും. അതുവരെ കൊച്ചി അവനെ, അങ്ങനെയാണ് അമ്മാവൻ വിളിക്കുന്നത്, അവനെ ഒന്നും പറയരുത്, വന്ന് ഭക്ഷണമൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അതെനിക്ക് ഒരു ഉപകാരമായി. അങ്ങനെ അമ്മ ഭക്ഷണമൊക്കെ തരും, എന്നാലും കുറേ വഴക്ക് പറയും, കുറേ ചീത്ത പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ചു കാലം പോയി. പിന്നെ ഞാൻ അവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള എതിർപ്പും പ്രശ്നമൊക്കെ ആയപ്പോൾ കുറച്ച് വിഷമിച്ചേ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ക്രിസ്മസിനോട് ചേർന്ന് ഒരു സംഘം ആളുകൾ കാളവണ്ടിയിൽ മൈക്കുമൊക്കെ വെച്ച് കിട്ടി അവിടെ വന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, എനിക്കൊരു പ്രസംഗത്തിന് സമയം തരാം. അപ്പോൾ അവർ മൈക്കിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു ആവശ്യം തോന്നി. അപ്പം അവരൊന്ന് തരാമെന്ന്. എൻ്റെ സ്ഥലമാണ്, സ്വന്തം സ്ഥലമാണ്. അപ്പോൾ അവരോട് മൈക്കൊക്കെ വെച്ച് തന്നു. ഞാൻ ഒരു പ്രസംഗിച്ചു. ആ പ്രസംഗം എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തെ സൃഷ്ടിച്ചു. അത്ര പറ്റിയ ഒരു പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിമർശിച്ചു. എല്ലാം തെറ്റാണെന്ന് പറഞ്ഞു. യേശുക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്, ഏക സത്യ ദൈവമേ ഉള്ളൂ, ബൈബിൾ മാത്രമാണ് സത്യം, മറ്റെല്ലാ മതഗ്രന്ഥങ്ങളും തെറ്റാണെന്നൊക്കെ പറഞ്ഞ അന്നത്തെ എൻ്റെ ആവേശവും തീപ്പൊരി പ്രസംഗവും എല്ലാം കൂടെ വളരെ പ്രക്ഷുബ്ധമായി. അതുകൊണ്ട് നാട്ടിൽ വലിയ സംഘർഷാവസ്ഥയുണ്ടായി. ഇതിനിടയ്ക്ക് വിഘ്നേശ്വരൻ സ്ഥലം വിട്ടു. ഞാനും അവിടെ നിന്ന് പോയി. പിന്നെ ഞാൻ വീട്ടിലെ എതിർപ്പൊക്കെ വന്നു. പിന്നെ നാട്ടുകാരുടെ എതിർപ്പ് ഒന്നും ഉപദ്രവിച്ചിട്ടില്ല ആരും. എന്നെയോ വിഘ്നേശ്വരനെ ആരും തന്നെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ മറ്റു നിലയിലുള്ള എതിർപ്പുകളെ നേരിടേണ്ടി വന്നു. അങ്ങനെ വന്നാണ് ഞാൻ പിന്നീട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയത്. അതോടുകൂടെയാണ്. ഇതാണ് എൻ്റെ സുവിശേഷ രംഗത്തേക്കുള്ള പ്രഥമ ആഗമന പ്രവേശനം. സഭാ കൂടിവരവുകളുടെയും കൂട്ടായ്മകളുടെയും അതിപ്രസരം നിലവിലുള്ള ഇക്കാലത്ത്
വിശ്വാസത്തിൽ നവാഗതരായവർക്ക് ഏത് സഭയിൽ ചേരണം എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും വേണ്ട ഗ്രാഹ്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. അപ്രകാരം ഒരു സന്നിഗ്ധാവസ്ഥ സഹോദരന് ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ബ്രദറൻ സഭാ കൂട്ടായ്മയിലേക്ക് വരുവാനായിട്ടുണ്ടായ കാരണം എന്താണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് വിശദീകരണമായ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഞാൻ പറയുന്നത്, അല്ലേ? ഞാൻ ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു തുടങ്ങിയ ശേഷം പിന്നെ നാൽക്കവലകളിലും ആളുകൂടുന്നിടത്തൊക്കെ നിന്ന് ഒറ്റയ്ക്ക് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന സമയത്ത് ചില ക്രിസ്ത്യാനികൾ എന്നെ കണ്ട് അവരുടെ പള്ളികളിൽ പ്രസംഗിക്കണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ പള്ളികളിൽ പോയി പ്രസംഗിച്ചു. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരൻ വിഘ്നേശ്വരൻ മറ്റൊരു ഇവിടെ പോയിട്ട് ഒരു ആളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് സന്യാസി നെൽസൺ എന്നാണ്. അദ്ദേഹത്തിന് 11 ശിഷ്യന്മാർ, അദ്ദേഹം ഉൾപ്പെടെ 12 പേർ. എല്ലാവരും ഒരുപോലെ കാവി ലോഹ ഇട്ടവരും മുടിയും താടിയും ഒരുപോലെ നീട്ടിയവരുമാണ്. എല്ലാവരും സമാനമായ വേഷം ധരിച്ചിട്ടുണ്ട്. അവരിങ്ങനെ നടന്ന് മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള രക്ഷയും പാപത്തെ വിട്ടൊഴിഞ്ഞുള്ള വേർപാട് ജീവിതവും പ്രസംഗിച്ച് നടക്കുന്നവരാണ്. വിഘ്നേശ്വരൻ വന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അദ്ദേഹത്തിന് അതുപോലെ യൂണിഫോം ഇട്ടവരെ കൂടാതെ സിവിലിയന്മാരായ കുറേ ശിഷ്യന്മാരുമുണ്ട്. അങ്ങനെ വിഘ്നേശ്വരൻ അതിലൊരാൾ, പിന്നെ ഞാനും ആ സംഘത്തിൽ ചേർന്നു. അങ്ങനെ ഞങ്ങൾ ദീർഘകാലം അവിടെ ഇവിടെ പ്രസംഗിച്ചു. ഒരളവിൽ സന്യാസി നെൽസനാണ് എനിക്ക് പൊതു നിരത്തിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാനുള്ള എല്ലാ പ്രചോദനവും ഒരളവിൽ പരിശീലനവും നൽകിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് അദ്ദേഹം അധികം സംസാരിക്കുകയില്ല, മിക്കവാറും മൗനവ്രതമാണ്. എല്ലാവരും ഒന്നിച്ച് എവിടെയെന്നറിയില്ല, അദ്ദേഹം പോകുന്ന വഴിക്ക് കുറേ പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കുറേ ആളുകളെ കണ്ടാൽ അവിടെ അദ്ദേഹം മുട്ടുകുത്തിയാൽ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഉടനെ പ്രസംഗിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ ശിശുവിനത് നോക്കിയിട്ട് ആരെങ്കിലും ഒരാൾ പ്രസംഗിക്കാൻ പറയും. അങ്ങനെ പലപ്പോഴും ചീട്ട് എനിക്കാണ് വീഴാറുള്ളത്. അങ്ങനെ എനിക്ക് ധാരാളമായി പ്രസംഗിക്കാൻ അവസരം കിട്ടി. അദ്ദേഹത്തെ പള്ളികളിൽ പ്രസംഗിക്കാനായിട്ട് ആളുകൾ വിളിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പോയിട്ട് പള്ളികളിൽ ചെന്നാലും അദ്ദേഹം എനിക്ക് വളരെയേറെ സമയം തരും. ഇത് മറ്റുള്ളവർക്ക് സ്വല്പം അനിഷ്ടമായി തോന്നി. അപ്പോൾ ഏകദേശം 1.5 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ കൂടെ വന്ന ശേഷം എൻ്റെ കൂടെയുള്ളവർക്ക് പ്രസംഗിക്കാനൊന്നും അവസരം കിട്ടുന്നില്ല. നിങ്ങൾക്കാണെങ്കിൽ മറ്റുള്ളവരൊക്കെ നിങ്ങളെ വിളിക്കുന്നുണ്ട്, പോയി പ്രസംഗിക്കാൻ അവസരമുണ്ട്, തനിച്ച് നിന്നും പ്രസംഗിക്കും. അപ്പോൾ ഇവർക്ക് അതൊന്നും സാധിക്കില്ല, ഞാൻ കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും വേറെ വിളിച്ചാൽ നിങ്ങൾ പൊയ്ക്കോളണം, എപ്പോഴെങ്കിലും ഞാൻ ആവശ്യപ്പെടുമ്പോൾ വരികയും ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ അങ്ങനെ പ്രേരിപ്പിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ധാരാളം കൺവെൻഷനുകൾ പള്ളികളിലുണ്ടായി. അങ്ങനെ ആദ്യത്തെ 3 വർഷക്കാലം നെൽസൺ സന്യാസിയെ വിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടു കൂടെയുള്ള എപ്പോഴുമുള്ള പോക്ക് വിട്ട ശേഷം ഞാനിങ്ങനെ പല പള്ളികളിലുമൊക്കെ പ്രസംഗിച്ചു. തെക്കൻ തിരുവിതാംകൂറിലെ അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗനായി മാറി. അന്നത്തെ എൻ്റെ കൂടെ അറിയപ്പെടുന്ന പ്രസംഗരായിരുന്നു PV ആശാരി, പോളാസ് എല്ലാറി, റോസ് പാണ്ഡ്യൻ, ഇവരെല്ലാം. അപ്പോൾ അത് റോസ് പാണ്ഡ്യൻ എൻ്റെ ഒരു സുഹൃത്തായി മാറി. മറ്റവരെല്ലാം അത്ഭുത രോഗശാന്തിക്കാരുമൊക്കെയാണ്. ഇദ്ദേഹം അത്രയും അത്ഭുത രോഗശാന്തിക്കാരനല്ല റോസ് പാണ്ഡ്യൻ. അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹം എൻ്റെ വലിയ സുഹൃത്തായി മാറി. ഞങ്ങൾ ഒന്നിച്ച് ധാരാളം കൺവെൻഷനുകളിൽ പ്രസംഗിച്ചു. അങ്ങനെ ഞാൻ ബ്രദറന്മാരുടെ അടുക്കിലേക്ക് വരാനുള്ള വഴിച്ചാലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പലയിടത്തും പ്രസംഗിച്ച് നടക്കുന്ന കാലത്ത് ഈ കന്യാകുമാരി ജില്ലയിൽ തന്നെയുള്ള ST മങ്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് CSI പള്ളിയിൽ ഒരു കൺവെൻഷൻ എന്നെ ക്ഷണിച്ചു. ഞാൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സന്യാസി നെൽസൺ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒരു സംഘം, അവർ അതിന് പുറമെ വേറൊരു സന്യാസി ദേവനേശൻ, മറ്റൊരു പ്രസംഗൻ PV ആശാരി, റോസ് പാണ്ഡ്യൻ, ഇവരെല്ലാം ഉണ്ട്. അതിന് പുറമെ ഒരു ഏബ്രഹാം ശാസ്ത്രി ഉണ്ടായിരുന്നു. ഏബ്രഹാം ശാസ്ത്രി ഒരളവിൽ ആദ്യം അദ്ദേഹം ഹിന്ദുവായിരുന്നു, ഈഴവ പശ്ചാത്തലം. അതിൽ നിന്ന് അദ്ദേഹം ഈ കുമാരനാശാനൊക്കെ മുങ്ങി മരിച്ച ബോട്ട് അപകടത്തിൽ അദ്ദേഹം പെട്ടു. അവിടെ അദ്ദേഹത്തെ രക്ഷിച്ച കൂട്ടത്തിൽ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു, അല്ല മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹം പിന്നെ മുസ്ലിമായി നടക്കുന്ന കാലത്ത് ഈ ബോട്ട് അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിൽ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു.
അപ്പോൾ ക്രിസ്ത്യാനികൾ രക്ഷിച്ചതുകൊണ്ട് അദ്ദേഹം പിന്നെ ക്രിസ്ത്യാനികളോട് ബന്ധം പുലർത്തി ക്രിസ്ത്യാനിയായി. അങ്ങനെ മാർത്തോമാ സഭയിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ ഒരു പ്രസംഗകൻ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമൊക്കെ കേട്ട ശേഷം അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ നന്നായി പ്രസംഗിക്കുന്നില്ല എന്നുള്ള പരാതി എനിക്കുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ആ യോഗത്തിൽ വെച്ച് തന്നെ വിമർശിച്ചു. എങ്കിലും അദ്ദേഹം എന്നെ അനുജനെ വിളിക്കുകയുള്ളൂ. വളരെ സ്നേഹമായിട്ട് ഇടപെട്ടു. അദ്ദേഹം മുസ്ലിം ആയിരുന്നിട്ട് ക്രിസ്ത്യാനിയായി വന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്നും അതൊക്കെ പോട്ടെ, എനിക്കൊന്ന് ഖുർആൻ ഒക്കെ പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. സമ്മതിച്ചു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയിട്ട് ഒരു കത്ത് എഴുതണം, ഞാൻ വരാൻ പറയുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് പോയിട്ട് കത്തൊന്നും എഴുതിയില്ല. പിന്നെ ഞാൻ എൻ്റെ ആവശ്യമായതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ടുപിടിച്ച് പോകണം എന്ന് വിചാരിച്ച് കത്തെഴുതി. അദ്ദേഹം എനിക്ക് തന്ന വിലാസം തിരുവല്ല ബിഷപ്പ് ഹൗസ് ആയിരുന്നു. ഞാനങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ചൊക്കെ വിറ്റ് അദ്ദേഹത്തെ കാണാനും ഖുർആൻ പഠിക്കാനുമായിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കത്തോലിക്കനായി മാറിയിരിക്കുന്നു. അതാണ് ബിഷപ്പ് ഹൗസ്. അവിടെ ചെന്നപ്പോൾ അവരെന്നെ അദ്ദേഹം പരിചയപ്പെടുത്തി. ഞാനിങ്ങനെ ക്രിസ്ത്യാനിയായി വന്ന ഒരാളാണ്, വലിയൊരു പ്രസംഗനാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അച്ഛന്മാരെല്ലാം എന്നെ വളരെ കാര്യമായി സ്വീകരിച്ച് ഊണൊക്കെ തന്ന് അവരച്ഛന്മാരെല്ലാം കൂടെ ഒരു വട്ടമേശ സമ്മേളനം നടത്തി. എന്നോട് പറഞ്ഞു, കത്തോലിക്ക സഭ ഇങ്ങനെ വരുന്നവർക്ക് എല്ലാ പ്രോത്സാഹനവും നൽകും. ശാസ്ത്രിക്കും ഞങ്ങളതുപോലെ തന്നെ പ്രോത്സാഹനം നൽകും. ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രിക്ക് വേണ്ടി. ഞാൻ ശാസ്ത്രിക്ക് നിങ്ങൾ ക്ലാസ് എടുക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ ശാസ്ത്രീയ ക്ലാസ് എടുക്കുകയാണ്. അതെ, അദ്ദേഹത്തിന് ഞങ്ങൾ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് അച്ഛനാകണമോ, നിങ്ങൾക്ക് അധ്യാപകനാകണമോ, ബിസിനസ്സുകാരനാകണമോ, എല്ലാത്തിനും കത്തോലിക്ക സഭ മതിയായ പരിഹാരമാണ്. നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചാൽ ഇവിടെ തന്നെ ബിഷപ്പിന് മുമ്പിൽ നിങ്ങളെ ഞങ്ങൾ ഹാജരാക്കുകയും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യും. അദ്ദേഹം നിങ്ങളുടെ സ്വന്തം സ്ഥലം തെറ്റായതുകൊണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിന് പരിചയപ്പെടുത്തും. ബെനഡിക്റ്റ് ഗിരിയാരിയോസ് എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അവിടേക്ക് ഒരു കത്ത് വരും. അവിടെ ചെന്ന് നിങ്ങൾക്ക് അവിടുത്തെ ഇടവകയിൽ ചേർന്ന് പോവാം, നിങ്ങൾക്ക് മനപ്രാർത്ഥന ചൊല്ലാം, പ്രസംഗിക്കാം, ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇതെല്ലാം കേട്ടിരുന്നു. പറഞ്ഞു, നിങ്ങളെന്നെ ഇവിടെ നിന്ന് വിട്ടയച്ചാൽ ഞാൻ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നമ്പർ 1 ശത്രുവായിരിക്കും. പറ്റുമെന്നോ വയ്ക്കൊള്ളാൻ അപ്പം തന്നെ പറഞ്ഞു. പക്ഷേ സമയം രാത്രിയായതുകൊണ്ട് ഇനി പോകാനൊക്കെ ഇല്ല. സ്ഥലം ഈ പരിചയമൊന്നുമില്ല. ഏതായാലും ഈ പള്ളിയിൽ തന്നെയുള്ള അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്കിന്ന് രാത്രി കിടക്കാൻ സ്ഥലം തരണമെന്ന്. അദ്ദേഹം അതൊക്കെ സമ്മതിച്ച് തന്നെനിക്ക്. അന്ന് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വീണ്ടും ശാസ്ത്രിയെ കണ്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാണ് ഞാൻ വന്നത്, എനിക്ക് ഖുർആൻ പറഞ്ഞു തരണം. ഞാൻ കൈ കിടന്ന വാച്ചും വിറ്റ് ആണ് ഇവിടെ വന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഖുർആൻ കുറേയെങ്കിലും പറഞ്ഞു തന്നേ തീരുന്നു. അദ്ദേഹം പറഞ്ഞു, അനുജ സ്വട്ടം ക്ഷമിക്ക്, ഞാനിപ്പോൾ കൊല്ലകടവിലുള്ള എൻ്റെ വീട്ടിലേക്ക് പോകും, എൻ്റെ കൂടെ വന്ന് ഒരു ദിവസം താമസിക്കുക. അത്രയും സമയം കൊണ്ട് കുറേയൊക്കെ പറഞ്ഞില്ല. അങ്ങനെ ശാസ്ത്രിയെ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച് ഒരു ദിവസം കൊണ്ട് ഖുർആൻ്റെ ബാലപാഠമൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുക. അങ്ങനെ ഖുർആൻ്റെ ബാലപാഠമൊക്കെ മനസ്സിലാക്കി. പിന്നെ എൻ്റെ പ്രസംഗത്തിൽ ഖുർആനെ കൂടെ ഉച്ചരിച്ച് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ട് വരുന്ന വഴിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ തീർന്നു. പിന്നെ ഒരു രൂപ മറ്റേ കഷ്ടിച്ചുണ്ട്. ഞാനിങ്ങനെ പന്തളം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടെ വന്നപ്പോൾ പണ്ട് ഒരാൾ എന്നെ കണ്ട് പരിചയപ്പെട്ട സമയത്ത് തന്ന ഒരു വിലാസം ഉണ്ടായിരുന്നു. അദ്ദേഹം പത്തനാപുരം സ്വദേശിയാണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ അടുത്ത ബ്രാഞ്ച് മാനേജരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാസം എന്തെങ്കിലുണ്ട്. അപ്പോൾ ഞാൻ അത് ഒരിക്കൽ അദ്ദേഹത്തെ പോയി കണ്ടു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറി ഗുജറാത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് അവർ കാണാനൊത്തില്ല. ഞാൻ അങ്ങനെ അവിടെ നിന്ന് നേരെ ബസ്സുകളിൽ ഉണ്ടായിരുന്ന കാശ് കൊണ്ട് തിരുവനന്തപുരം വരും. പിന്നെ അതിൽ ഒരു 4 അണയും മറ്റോ കഷ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കയ്യിലുണ്ട്. പക്ഷേ കാപ്പി കുടിക്കുകയൊന്നും ചെയ്ത് ആ 4 അണ മാത്രം സൂക്ഷിച്ചുകൊണ്ട് നേരെ അസംബ്ലീസ് റോഡിലെ ഒരു വൈഫ് സ്കൂളുണ്ട് അവിടെ, കോളേജ്. അപ്പോൾ അവിടുത്തെ ഒരു പാസ്റ്ററെ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടു. അദ്ദേഹം ഹിന്ദുവായി ക്രിസ്ത്യാനിയായ ആളാണ്. അദ്ദേഹത്തിൻ്റെ പഴയ പേര് നാരായണൻ, പുതിയ പേര് സഖറിയ. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, രാത്രി എനിക്ക് താമസിക്കാൻ സൗകര്യം തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അവിടെ സ്വല്പം കാര്യങ്ങൾ നടന്നു, അതൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് രാവിലെ പോരുമ്പോൾ അദ്ദേഹം അവരുടെ അതിർത്തി വരെ കൊണ്ടുവന്ന്, അവരുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥലത്തിൻ്റെ അവിടെ വന്ന് അനുവ പ്രാർത്ഥനയിൽ ഓർക്കണം, ഞങ്ങളുടെ കൂടെ ചേർന്ന് പോകാൻ മനസ്സുണ്ടെങ്കിൽ എല്ലാ സ്വീകരണവും ഒക്കെ ചെയ്യാവുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പെന്തക്കോസ്തുകാരുടെ കൂടെ ഇനി മേലാൽ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അദ്ദേഹം എൻ്റെ പോക്കറ്റിൽ ഒരു 50 പൈസ ഇങ്ങനെ ഇട്ട് പോകുന്ന വഴിക്ക് ചായ കുടിച്ചോണം, നേരെ പുലരുന്നതേ ഉള്ളല്ലോ എന്ന് പറഞ്ഞു. ഞാനും അതൊക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പുനലൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ ഞാൻ അഞ്ചൽ പോകുന്ന ഒരു ബസ് നോക്കി അതുവഴി മലയോരം വഴി സഞ്ചരിച്ച് ഇങ്ങനെ തിരിച്ച് തിരുവനന്തപുരത്തെത്താനാണ് പ്ലാൻ. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോൾ പുനലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച്
ഞാനിങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് 2-3 പേര് അവിടെ ബൈബിളുമൊക്കെ പിടിച്ച് കുറേ ലഘുലേഖയൊക്കെ കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളെവിടെ പോവുകയാണെന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ അഞ്ചൽ ചന്തയിൽ പരസ്യത്തിന് പോവുകയാണ്. കാളച്ചന്തയാണ്, അവിടെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടെ വന്നാൽ എന്നെ കൂടെ പ്രസംഗിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കയ്യിൽ കാശുണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞു. എനിക്കുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അത് 11 ഭാഗ്യമുണ്ടല്ലോ. അതുകൊണ്ട് ഇവരുടെ കൂടെ ഞാൻ പോയി. അവിടെ ചെന്ന് ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും ഒരാൾ ഏറ്റുപറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരാൾ ഏറ്റുപറഞ്ഞു. ഏറ്റുപറഞ്ഞിട്ട് എൻ്റെ അന്നത്തെ ഭാഷയും രീതിയും ഒക്കെ വെച്ച് അയാൾക്ക് ഏറ്റുപറയാൻ പറ്റുകയില്ല. അയാൾ പോയി. അപ്പോൾ കുറച്ചുകൂടെ നേതാവായ ഒരാൾ പറഞ്ഞു, എന്നാൽ ഞാൻ ഏറ്റുപറയാമോ? പക്ഷേ ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ അയാളും പറഞ്ഞു, എനിക്കും പറ്റുകയില്ല. പിന്നെ സാക്ഷാലോടെ നേതാവ് പറഞ്ഞു, ഞാൻ ഏറ്റുപറയാമോ? അപ്പോൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഒരു ചായ കുടിക്കാൻ പോയി. അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. അന്നത്തെ മതിയായിരുന്ന കാശ്. അത് കഴിഞ്ഞിട്ട് ഇവരെ കൂടുതലൊന്നും ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ പ്രസംഗിച്ച് നടക്കും. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് വന്ന്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് പാസ്റ്റർ വന്ന് ചോദിച്ചു, ഇവിടെ താമസിക്കുകയാണെങ്കിൽ കുറേ യോഗങ്ങൾ സംഘടിപ്പിക്കാം, പ്രസംഗിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങളേത് ഗ്രൂപ്പിലാണ്, ഏത് സഭയിലാണ്? ഞങ്ങൾ പെന്തക്കോസ്തിലാണ്. ഞാൻ പറഞ്ഞു, ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നേതാവ് ചോദിച്ചു, എൻ്റെ കൂടെ വന്നാൽ പുനലൂരിൽ പേപ്പർ മിൽ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ധാരാളമുണ്ട്, അവിടെ ഒരു 3-4 പ്രസംഗം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത്, എൻ്റെ കൂടെ വന്നാൽ വലിയ സൗകര്യമൊന്നുമില്ല. അന്ന് ഞാൻ കുറച്ച് ചെറുപ്പമൊക്കെ ആയതുകൊണ്ട് വെളുത്ത് തുടുത്ത് ഒക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം വലിയ വലിയ തറവാട്ടിൽ നിന്ന് വരുന്ന ആളാണ്. കുറച്ചൊക്കെ അതിൻ്റെ പശ്ചാത്തലം ഉണ്ടെങ്കിലും അപ്പോഴും ഞാൻ പാപ്പരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ സൗകര്യമായ വീടൊന്നുമില്ല, പിന്നെ വന്നാൽ ഒരു കട്ടിലുമൊക്കെ തരാം, പിന്നെ വലിയ സൽക്കരിക്കാനൊന്നും കൂടുതലായിട്ടില്ല, കപ്പയോ കഞ്ഞിയോ ഒക്കെ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കപ്പയും കഞ്ഞിയും എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് പ്രസംഗിക്കാനാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അത് MP ജോൺ സാറായിരുന്നു. അങ്ങനെ MP ജോൺ സാറിൻ്റെ കൂടെ വന്ന് ഞാൻ ആ ഭാഗത്ത് കുറേ പ്രസംഗങ്ങൾ ചെയ്തു. അതിനുശേഷം ഒരു ഞായറാഴ്ച വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിന്ന് സഭായോഗത്തിന് പോകണം എന്ന്. എനിക്കന്ന് അങ്ങനെയുള്ള പള്ളിയിലൊക്കെ പോയി പരിചയമുണ്ടെങ്കിലും ഈ ആദ്യമായിട്ട് ഇതുപോലുള്ള ഒരു കൂട്ടത്തിൻ്റെ കൂടെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവിടെ ഇദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ എഴുതി. പിന്നെ ഞാൻ പരിചയപ്പെട്ടതായ സോമൻ സാറ്, പിന്നെ അവിടെയുള്ള കുരിയേശ് സാറ്, ഇവരൊക്കെ അടുത്ത് സാറന്മാരെല്ലാം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് തന്നെ എനിക്കൊരു സീറ്റൊക്കെ തന്ന കാര്യമായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിൽ ഇതിനിടയ്ക്ക് ഒരു ആശയമുണ്ടായിരുന്നു. ഞാൻ പള്ളികളിൽ പോയിട്ടുണ്ട്, അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, അവരോടുകൂടെ സഹകരിച്ചിട്ടുണ്ട്, ധാരാളം അച്ഛന്മാർ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പെന്തക്കോസ്തിൽ പോയിട്ടുണ്ട്, പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്, അവരുടെ ഇടയിൽ പരിചയമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയ വെച്ചുള്ള ഒരു ആശയം ക്രിസ്തീയമായി ഉരുത്തിരിഞ്ഞു വന്നു. അത് മറ്റാരും പറഞ്ഞില്ല, ബൈബിൾ വായിച്ചിട്ട് എനിക്കുണ്ടായതാണ്. ഞാനതിന് ആദ്യം തന്നെ കത്തോലിക്ക പള്ളിയിൽ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു രീതിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 2 വശത്തും ധാരാളം മെഴുകുതിരി കത്തിച്ച് നല്ല ഭംഗിയായിട്ട് വിരതയായി നിർത്തിയിരിക്കുക. മുകളിൽ കയറി ചെന്നാൽ ആൾക്കാരായി അവിടെ തിരശ്ശീല ഉപയോഗിക്കുക, പിന്നെ അവരുടെ പൂജയും കർമ്മങ്ങളുമായി അതൊക്കെ വളരെ നന്നായിട്ട് തോന്നി. പക്ഷെ നന്നായി തോന്നി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന അർത്ഥത്തിൽ എടുക്കരുത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മറ്റൊരു പള്ളിയിലേക്ക് പോയി, യാക്കോബായ പള്ളി. അതൊക്കെ ഇടയ്ക്ക് സംഭവിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ അത് കുറേ കൂടെ ഇഷ്ടമായി തോന്നി. കേൾക്കാൻ നല്ല ഈണമുള്ള പാട്ടുകൾ പാടുന്നു, ആളുകളെല്ലാം ഭക്തിപുരസരം നിൽക്കുന്നു. അത് കഴിയുമ്പോൾ വളരെ വണ്ണത്തിളക്കമുള്ള തിരശ്ശീല ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ വണ്ണപ്പൊലിമയുള്ള ലോഹയിട്ട അച്ഛന്മാർ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു പോയി അവരുടേതായ എന്തൊക്കെ പറയുന്നു. നല്ല ഈണമാണ് ചൊല്ലിന്. വളരെ ഇഷ്ടമായി. 3 കുർബാനയായിരുന്നു. ചിങ്ങവനം പള്ളിയായിരുന്നു സ്ഥലം. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല കാണാൻ നല്ലത്, കേൾക്കാൻ കൊള്ളാം, അതിനിടയ്ക്ക് സുഗന്ധം എന്ന് പറഞ്ഞാൽ കുന്തിരിക്കുന്നതൊക്കെ വീശുന്നു, മണികിലിക്കുന്നു, വളരെ സുഖമായി തോന്നി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പല പള്ളികളിലും നമുക്ക് പെന്തക്കോസ്തുകാരെ നേരത്തെ അറിയാം. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇതൊന്നും ഇല്ലാത്ത വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് പള്ളികളില്ലാത്ത, ആൾക്കാരെ ഇല്ലാത്ത, കുരിശില്ലാത്ത, മെഴുകുതിരിയില്ലാത്ത, വലിയ തമ്പേരടിയില്ലാത്ത, പിന്നെ സമത്വമുള്ള, സാഹോദര്യമുള്ള ഒരു വിഭാഗം ആണ് യഥാർത്ഥ ക്രൈസ്തവം. അതാണ് ഞാൻ തേടി നടക്കുന്നത്. അങ്ങനെ MP ജോൺ സാറിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ കുറച്ചേരം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഇരുന്ന് ഒരാൾ പറയുന്നു, നമുക്ക് ഇത്രാമത്തെ പാട്ട് പാടാം. അപ്പോൾ വേറൊരാൾ ദൂരെ എന്ന് പറയുന്നു, നമുക്ക് ഇത്രാമത്തെ പാട്ട് പാടാം. ആരും നിയന്ത്രിക്കുന്നില്ല, എല്ലാവരും സ്വമേധ ചെയ്യുന്നു. കുറെ കഴിഞ്ഞാൽ പ്രാർത്ഥനാ സ്തോത്രമൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ബൈബിളിലെ ഒരു ഭാഗം വായിക്കുന്നു. അയാൾ ഒരു 5-10 മിനിറ്റ് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് വേറൊരാൾ എഴുന്നേൽക്കുന്നു. ആരോടും പറയുന്നില്ല, എല്ലാവരും ഇങ്ങനെ സ്വമേധ ചെയ്യുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ എല്ലാവരും സാമാന്യം വെളുത്ത വേഷം ധരിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതാണ് സാഹോദര്യം, ഇതാണ് സമത്വം,
ഇതാണ് ക്രിസ്ത്യാനിത്വത്തിൽ യേശുക്രിസ്തു വിഭാവന ചെയ്തിട്ടുള്ളതും പുതിയ നിയമം വിവരിക്കുന്നതുമായ വിഭാഗം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് കർത്തൃമേശയുടെ സമയമായപ്പോൾ അവരെന്നോടും ചോദിച്ചില്ല, ഞാൻ അവരോടും ചോദിച്ചില്ല. കർത്തൃമേശ വന്നപ്പോൾ ഞാൻ കർത്തൃമേശയെ സംബന്ധിച്ചു. ഒന്നും ചോദിക്കാതെ തന്നെ സംബന്ധിച്ചു. അന്ന് മുറിച്ച അപ്പത്തിന്റെ ബലം കൊണ്ടാണ് ഞാൻ സമൂഹത്തിൽ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുമുതൽ ഞാൻ പിന്നെ അവരുടെ പ്രോത്സാഹനം കൊണ്ട് ഒരു 4 മാസം പന്തളം ബൈബിൾ സ്കൂളിൽ പഠിക്കാനിടയായി. അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഞാൻ ബ്രദറൻ സഭ എന്ന് പറയുന്നത് ഞാൻ പുതിയ നിയമം മനസ്സിലാക്കിയ ശേഷം എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ക്രിസ്ത്യാനിത്വം ഇവിടെ ഉണ്ട്. പിന്നെ പലരും അതിനകത്ത് നേതൃത്വം അതും ഇതൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ഉപദേശപരമായിട്ട് ബൈബിൾ ഉള്ളതുപോലെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. സ്വതന്ത്രമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ക്രിസ്തീയ സ്വാതന്ത്ര്യം, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥലം സഭാ സ്വാതന്ത്ര്യം, ഇതൊക്കെ സ്വാതന്ത്ര്യമായിട്ട് പറയാൻ കഴിയും. അതിനെക്കുറിച്ച് ഞാൻ ഇവരെ വിമർശിച്ചതുപോലെ മറ്റ് സഭാവിഭാഗങ്ങളെ ഞാൻ വിമർശിച്ചിരുന്നെങ്കിൽ അവരുടെ നേതാക്കന്മാർ അപ്പോൾ തന്നെ എന്നെ ഗളഹസ്ഥം ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ പള്ളികളിൽ അച്ഛന്മാരെ ഞാൻ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും എന്നെ ഒന്നും തന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങളുടെ പള്ളികളിൽ കയറ്റുകയില്ലെന്നോ പ്രസംഗിക്കില്ല. പക്ഷെ ഞാൻ ബ്രദറൻകാരുടെ കൂടെ പോയി എന്നറിഞ്ഞപ്പോൾ എന്നെ വളരെ സ്നേഹിച്ചിരുന്ന ചില CSIയിലെ ആളുകൾ പറഞ്ഞു, ഇവിടുത്തെ ഡീക്കൻസും മറ്റുമൊക്കെയാണ്, പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ കാര്യമായിരുന്നു, നിങ്ങൾ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ നിങ്ങൾ ബ്രദറൻകാരുടെ കൂടെ പോയത് ഞങ്ങൾക്ക് വളരെ ദുഃഖമാണ്. ഞങ്ങളുടെ പള്ളികളിൽ നിങ്ങളെ ഇനി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള ദുഃഖം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ പള്ളികളിൽ പിന്നെയും എന്നെ വിളിക്കുമായിരുന്നു, പ്രസംഗിക്കുമായിരുന്നു. ഇന്നും എനിക്ക് CSI പള്ളികളിൽ പല പ്രസംഗ വേദികൾ ഉണ്ട്. അത് കഴിഞ്ഞ് ബ്രദറൻകാരുടെ കൂടെ വന്നതോടുകൂടി ഞാൻ മധ്യതിരുവനന്തപുരം ഭാഗത്തേക്ക് വരാനിടയായി. അങ്ങനെ ബ്രദറൻ സഭയിൽ എന്നെ അംഗീകരിച്ച് വരാൻ കുറച്ച് സമയമെടുത്തു. ഞാൻ വിമർശകൻ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ വന്നെങ്കിലും ക്രമേണ കൊണ്ട് ഞാൻ അവരുടെ ഇടയിലും അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രസംഗകനായി അംഗീകരിക്കപ്പെട്ടു. ഇങ്ങനെയാണ് ബ്രദറൻ സഭയിലേക്ക് വരുന്നത്. പ്രസംഗപീഠത്തിൽ പ്രാസപദപ്രയോഗങ്ങളിലൂടെ പ്രമേയം പ്രഗത്ഭമായി അവതരിപ്പിക്കുവാൻ പ്രാവീണ്യം നേടിയിട്ടുള്ള പ്രസംഗകനാണല്ലോ പ്രിയ സഹോദരൻ. ഈ ഭാഷാശൈലിയും പ്രാസപ്രയോഗങ്ങളുമൊക്കെ ജന്മസിദ്ധമായി ലഭിച്ചതാണോ അതോ സ്വന്തം പ്രയത്നത്താൽ ആർജിച്ചതാണോ? രണ്ടും കൂടെ ഉണ്ട് എന്നാണ് ഉത്തരം. എന്നാൽ ഞാനൊരു ചെറിയ പശ്ചാത്തലം കൂടെ ഉണ്ട്. ഞാൻ മലയാളം 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മലയാളം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മലയാളത്തിന് 2 പേപ്പറുകളുണ്ടായിരുന്നു. അതായത് ഭാഷയും വ്യാകരണവും. ഈ രണ്ടിലും ഞാൻ എഴുതുന്ന പേപ്പർ സാറിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ എൻ്റെ ഭാഷാധ്യാപകനായ കുമാരപിള്ള സാറിനോടും പ്രത്യേകം പറയും, എനിക്ക് 100 മാർക്ക് വേണം. സാറ് ചിരിച്ചിട്ട് അദ്ദേഹം 98, 97 മാർക്കൊക്കെ ഇട്ട് അത്രയും ഹാങ്കരിക്കുന്ന ഒരു കുഞ്ഞടിയൊക്കെ തരും. അങ്ങനെ എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ ആ സാറ് മറക്കാൻ കഴിയാത്ത ഒരാളാണ്. അന്ന് ഞാൻ മിക്കവാറും അവിടെ ഉള്ള അന്നത്തെ പോലെ പ്രസംഗ പരിശീലനമോ പ്രസംഗത്തിൽ പ്രോത്സാഹനമോ കൊടുക്കുന്ന ഒരു കാലമല്ലായിരുന്നു. ആ സമയത്ത് ഉപന്യാസ മത്സരം അവിടെ നടക്കുമായിരുന്നു. അതിൽ ഞാൻ ഉപന്യാസം എഴുതി വായിക്കും. അതിലൊക്കെ ഞാൻ വളരെ അന്നതുപോലെ പ്രോത്സാഹനാർത്ഥം എന്തെങ്കിലും ചെയ്താലും അങ്ങനെ കാലമല്ലായിരുന്നു. എങ്കിലും അങ്ങനെ ഞാൻ മലയാളത്തിൻ്റെ ഭാഷയിലും സ്കൂളിൽ ഉപന്യാസ മത്സരത്തിലൊക്കെ വളരെ മെച്ചമായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ പുറകിലൊരു പശ്ചാത്തലമുണ്ട് പ്രസംഗത്തിനെ സംബന്ധിച്ച്.
പദരീതി എന്നെ ആകർഷിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞ രാഹുൽ സാങ്കൃത്യായൻ്റെ ആ ശൈലിയോട് എനിക്ക് വളരെ ഇഷ്ടം തോന്നി. ആ പുസ്തകങ്ങൾ എന്നെ സ്വാധീനിച്ചു. അങ്ങനെ മലയാള ഭാഷയിൽ ഞാൻ പ്രത്യേകമായി ഉരുത്തിരിച്ചെടുത്തതാണ് ഈ പ്രാസം പ്രയോഗിച്ചുള്ള ഈ പ്രസംഗം. ഇപ്പം സഹോദരൻ സണ്ണി ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ പ്രയാസമില്ലാതെ തന്നെ കടമെടുത്ത് പറഞ്ഞല്ലോ. അത് ഞാൻ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെയാണ് ഞാൻ ഈ പ്രാസം പ്രയോഗിച്ച് പ്രസംഗിക്കാനായിട്ട് ഉള്ള പ്രത്യേകമായിരിക്കുന്ന പ്രാവീണ്യം നേടിയത്. അങ്ങനെ ഞാൻ അതിലൂടെ വന്ന് ആണ് ഈ പ്രസംഗ രീതിയിലേക്ക് വരാനുള്ളത്. അങ്ങനെ രണ്ടുമുണ്ട്. ഒന്ന് സ്വതസിദ്ധമായി തന്നെ എനിക്കിത് വന്നു എന്നാണ് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇത് പഠിച്ചാലൊന്നും പറയാനൊക്കില്ല. സ്വതസിദ്ധമായി തന്നെ എനിക്ക് ഒരു രീതി ഉണ്ടായിരുന്നു. ഞങ്ങളാരും പ്രസംഗമില്ല, അച്ഛൻ പ്രസംഗനല്ല, ഞാൻ പ്രസംഗനല്ല, ഞങ്ങളുടെ ആരും തന്നെ പ്രസംഗമല്ല. പക്ഷേ അതുകൊണ്ട് എനിക്ക് സ്വതസിദ്ധമായിട്ട് ഇങ്ങനെ എന്തുകൊണ്ട് ദൈവവിദ്യ ലഭിച്ചു. പിന്നെ ഞാൻ ഒരു വലിയ പ്രസംഗനുമായിരുന്നില്ല. ഞാനൊരു പ്രസംഗം എന്നുള്ളതിൽ ആദ്യം ചെയ്യുന്നത് യേശുക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് കർത്താവ് തന്ന കൃപയാണ് ഈ പ്രസംഗിക്കാനുള്ള കഴിവെന്ന് ഞാൻ ധരിക്കുന്നു. അങ്ങനെ എനിക്ക് വായന കൊണ്ട് സമാർജിച്ചതും അതോടൊപ്പം തന്നെ സ്വതസിദ്ധമായതും അതിലുപരിയായി ദൈവകൃപയാലും ഒക്കെ സാധിക്കുന്ന കാര്യമാണ്. പ്രസംഗവേദിയിൽ വേദപുസ്തകം കൊണ്ടുപോകാത്ത അഥവാ ഉപയോഗിക്കാത്ത ഒരു പ്രസംഗകൻ എന്നുള്ള നിലയിലാണ് പരക്കെ അറിയപ്പെടുന്നത്. അതിന് പ്രത്യേകമായ എന്തെങ്കിലും കാരണമുണ്ടോ? അതിന് പ്രത്യേകിച്ചൊരു കാരണവുമില്ല. എല്ലാവരും ബൈബിളിൽ പോകുന്നു, ഞാൻ ബൈബിളില്ലാതെ പോകുന്നു. ഞാൻ ബൈബിളിൽ നിന്നാണ് പ്രസംഗിക്കാറുള്ളത്. ബൈബിളിൽ കൊണ്ടുപോയാലും ഞാൻ അതിൽ നിന്ന് വായിക്കുകയോ അത് നോക്കുകയോ നോട്ട് വെച്ച് പ്രസംഗിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നെങ്കിലും ഞാൻ ബൈബിൾ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ബൈബിൾ കൊണ്ടുപോകാത്തത് കൊണ്ട് കുറേ ഗുണം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ബൈബിളൊന്നും ഇല്ലാതെ കയ്യും വീശി വന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് എനിക്ക് കുറേ ഓഡിയൻസിനെ ഇവിടെ പ്രത്യേകമായിട്ട് കിട്ടും. അത് പല സ്ഥലത്ത് വെച്ച് വളരെ നിങ്ങൾ മറ്റുള്ളവരൊക്കെ പോലെ ഇങ്ങനെ ഒരുപാട് നോട്ട് ബുക്കുകളും ബൈബിളും ഒക്കെ പിടിച്ചു വരാതെ സാധാരണ കയ്യും വീശി വന്ന് പ്രസംഗിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചതെന്ന് പലയിടത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ആലുവായിൽ ഒരു ആള് ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ ഈ പ്രസംഗം ശ്രദ്ധിക്കാനുള്ള കാരണം മറ്റു ഇതുപോലെ വരുന്ന പ്രസംഗമെല്ലാം ബൈബിളോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു പുസ്തകമൊക്കെ വെച്ചാൽ വരും, നിങ്ങളൊന്നുമില്ലാതെ വന്ന് പ്രസംഗിച്ചതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഓഡിയൻസിൽ കുറേ പേര് ഇതില്ലാതെ പോയി പ്രസംഗിക്കുന്നതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ശരിക്കൊരു പ്രോത്സാഹനമായിരുന്നു. പിന്നെ നമ്മുടെ ആളുകൾ ചിലർ ഞാൻ ബൈബിൾ കൊണ്ടുവരുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അതിന് വേറെ ചില മറുപടി അവർക്ക് കൊടുത്തിട്ടൊന്നും കൊണ്ടുവന്നില്ല. ഇപ്പം ചിലർ ആ ദൂരം ചില സ്ഥലങ്ങൾ വരുമ്പോൾ ബൈബിളിലൂടെ കൊണ്ടുവരണം എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ ബൈബിളില്ലാതെ പോകുന്നതിൽ തൃശ്ശൂരിൽ ഒരു യോഗത്തിന് തന്നെ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം, താരപ്പൻ്റെ സഭയാണത്, അവർ വിളിച്ചു. അവരുടെ കൺവെൻഷന് പോയി 4 ദിവസം പ്രസംഗിച്ചു. ഞാനൊന്നും ബൈബിളില്ലാതെയാണ് അവിടെ പോയത്. അപ്പോൾ അവിടെ ചെന്ന് പ്രസംഗമെല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ അന്നത്തെ അവിടെ സഭയുടെ അവിടുത്തെ മൂപ്പനായിരുന്ന റപ്പായി സഹോദരൻ പ്രാർത്ഥിച്ച് എന്നെ യാത്ര അയക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, കൃഷ്ണൻകുട്ടി സഹോദരൻ ബൈബിൾ കൊണ്ടുവരാത്തതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഞാൻ ഒരു ബൈബിൾ സഹോദരന് തരാൻ പോവുകയാണ്. വളരെ ഭംഗിയുള്ള വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ബൈബിളാണ് എന്ന് പറഞ്ഞ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ മകളുടെ വിവാഹത്തിന് അടുത്ത് നിശ്ചയിച്ചിരിക്കുകയാണ്, കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതാണ്. ആ പേര് അവളുടെ പേര് മേരിക്കുട്ടി എന്നാണ്. അത് വെട്ടിവെച്ച് അദ്ദേഹം ആർ കൃഷ്ണൻകുട്ടി നൽകിയ ബൈബിൾ എനിക്ക് സമ്മാനിച്ചു. പക്ഷെ അത് ഞാൻ കൊണ്ട് നടന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കനുസരിച്ച് കൊണ്ട് നടന്നെങ്കിലും ആലപ്പുഴയിൽ വെച്ച് എൻ്റെ ഷൂ കേസ് അവരെടുത്തുകൊണ്ട് പോയത് ആ ബൈബിൾ നഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ബൈബിൾ കൊണ്ട് നടക്കണ്ട എന്നായിരിക്കും ദൈവഹിതം എന്ന് തീരുമാനിച്ചു. ഇടതുപക്ഷ ആശയങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രസംഗങ്ങളിൽ പിന്താങ്ങുന്നു എന്ന ഒരു ധ്വനി ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ പ്രത്യയശാസ്ത്രത്തോടോ പ്രത്യേകമായ അനുഭാവമുണ്ടോ? മാത്രമല്ല, ഒരു വിശ്വാസിക്ക് രാഷ്ട്രീയ സ്വാധീനമോ രാഷ്ട്രീയമായിട്ടുള്ള ആശയം സ്വീകാര്യമാണോ? ഈ 2 ചോദ്യങ്ങൾക്ക് മറുപടി പറയാമോ? പറയാമല്ലോ. ഇടതുപക്ഷ ചിന്താഗതി എന്ന് പറയുമ്പോൾ ബൈബിളിൽ നിന്നാണ് ഇതാദ്യമായിട്ട് എനിക്ക് ലഭിക്കുന്നത്. ഞാൻ കമ്മ്യൂണിസത്തിൻ്റെ ബാലപാഠമൊക്കെ പഠിച്ചു വന്നെങ്കിലും പല പുസ്തകങ്ങളായ കമ്മ്യൂണിസത്തിലേക്ക് വന്നപ്പോൾ 2 പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, സാമ്പത്തിക സമത്വം. അത് ബൈബിളിൽ തന്നെ ഉള്ളതാണ്. പഴയ നിയമത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു വാക്യം, ദൈവം ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തു, ഏറെ പെറുക്കിയവന് ഏറെയുമല്ല,
കുറെ പേർക്ക് കുറയുമല്ല, എല്ലാവർക്കും സമമായിരുന്നു. തിരിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യൻ ക്രിസ്ത്യാനികളോട് പറയുന്നത്, നിങ്ങളുടെ സുഭിക്ഷം അവിടെ ദുർഭിക്ഷത്തിന് ഉതകണം, അങ്ങനെ സമത്വം പറയണമെന്നത്രേ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിലും സാമ്പത്തികമായ കാര്യം എല്ലാവർക്കും ഏറെക്കുറെ തുല്യമായി വരുന്നതാണ്. ഇത് ഒന്ന്. രണ്ടാമത് സാമൂഹ്യ സമത്വം. യേശുക്രിസ്തു പ്രഖ്യാപിച്ച സുവിശേഷം തന്നെ ദൈവം പിതാവും മനുഷ്യവർഗം അവൻ്റെ മക്കളും, അതുകൊണ്ട് ഏകോദര സാഹോദര്യം, അത് ക്രിസ്തുവാണ് ഉദ്ധാരണം ചെയ്യുന്നത്. മാത്രമല്ല മറ്റ് മനുഷ്യോപകാരപ്രദമായിരിക്കുന്ന ജീവകാരുണ്യപരമായിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ നിന്നാണ്. ആ ഉപദേശമാണ് ലോകത്തിൽ പ്രചരിച്ചത്. അതിനെ സംബന്ധിച്ച് പല എഴുത്തുകാരും പറഞ്ഞിട്ടുള്ളത്, യേശുക്രിസ്തുവിന്റെ ഉപദേശം എവിടെയെല്ലാം പ്രചരിച്ചുവോ അവിടെയെല്ലാം മനുഷ്യനോട് മനുഷ്യനെന്ന നിലയ്ക്ക് ഒരു ആദരവ് ലോകത്തിലുണ്ടായി. മനുഷ്യ മനസ്സുകളിൽ സ്നിഗ്ധതയെ അത് ഉളവാക്കിയെന്ന് ചരിത്രകാരനായ H.G. വെൽസ്, ലോകനാഗരികരുടെ ചരിത്രമെഴുതിയ J.E. സെയിൻ തുടങ്ങിയവരും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ആശയങ്ങൾക്ക് ബൈബിളിലാണ് അടിസ്ഥാനം. അതുതന്നെയാണ് കമ്മ്യൂണിസവും പഠിപ്പിക്കുന്നത്. കമ്മ്യൂണിസത്തിലെ നിരീശ്വരത്വം ഒഴിവാക്കിയാൽ സാമ്പത്തിക സമത്വം, സാമൂഹ്യ സമത്വം ഇത് രണ്ടും അങ്ങനെയുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ചിന്താഗതി ഞാൻ പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ബൈബിളിലെ ആശയമാണ്. അത് ഉൾക്കൊള്ളാൻ നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. രണ്ടാമത്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് കൂറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാറുണ്ട്. അത് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനിപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാറുണ്ട്. ഞാൻ വോട്ട് ചെയ്യണമെന്ന് ആരോടും പറയാറില്ല, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാറുമില്ല. പിന്നെ പ്രസംഗവശാൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ ഇലക്ഷൻ കാലത്തായാലും ഞാൻ പറയും എൻ്റെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരിക്കുമെന്ന്. അത് ചിലർക്ക് പ്രചോദനം കൊടുക്കുന്നെങ്കിൽ അത് അവരുടെ കാര്യം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ചായ്വ് ഇല്ല എനിക്ക് ഇപ്പോൾ. എങ്കിലും ഉണ്ടെന്ന് പറയാം, രാഷ്ട്രീയ ഇടതുപക്ഷ ചായ്വ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ദൈവം തന്നെ ഇടതുപക്ഷമാണല്ലോ. വലത്തുള്ളവരല്ലേ അനുഗ്രഹിക്കുന്നത്. അപ്പം ദൈവം ഇവിടെ നിന്നാൽ വലത്തുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവം തന്നെ ഇടത്താണ്. അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പക്ഷമാണ്. രണ്ടാം ഭാഗത്തിന്റെ ആശയം വന്നില്ല. വിശ്വാസിക്ക് രാഷ്ട്രീയം രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയം അത്ര ഒരു വിശ്വാസിയെ കൈകാര്യം ചെയ്യാവുന്നതല്ല. മാത്രമല്ല ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അഴിമതി നിർഭരവും പക്ഷപാതം നിറഞ്ഞതും ഒക്കെ നിയമരഹിതമായതുമൊക്കെയാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഒരു ക്രിസ്ത്യാനിക്ക് വിശ്വാസിക്ക് പറ്റിയതല്ല. പക്ഷേ അവന് രാഷ്ട്രീയമായ ഏതെങ്കിലും സ്ഥാനമോ പ്രവർത്തനമോ ഉണ്ടെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ ആരോടും പറയാറില്ല. ഉദാഹരണത്തിന് ഞാൻ രൂപം കൊടുത്തിട്ടുള്ള സദേൺ ഗോസ്പൽ ടീമിൻ്റെ സെക്രട്ടറി കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. അതിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്ന ആൾ പഴയ ജനതാദളിൻ്റെ ഒരു കേരള നേതാവായിരുന്നു. അതുകൊണ്ട് പലരുമുണ്ട്. ഞാൻ അവരെ പാടെ രാഷ്ട്രീയം കൂടെ പറഞ്ഞിട്ടില്ല. കാരണം രാഷ്ട്രീയ സ്വാധീനം അല്പമുള്ളത് നമുക്ക് നല്ലതെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഉദാഹരണത്തിന് എവിടെയെങ്കിലും ഒരു മൈക്കാനുള്ള പെർമിഷൻ ചെന്നാൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പലപ്പോഴും അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ആവശ്യമാണ്. പിന്നെ അതേ നിങ്ങൾ ബൈബിളിൽ നിന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ ശക്തമായ എതിർപ്പിനെ നേരിടേണ്ടി വന്നു. അവിടെ റോമാ ഗവൺമെന്റിനാൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ആസ്യാധിപന്മാരെന്ന് പറയുന്നത്. അവർ അവൻ്റെ സ്നേഹിതന്മാരായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസിന് ആ രാഷ്ട്രീയ അധികാരത്തോട് ഒരു അടുപ്പമുണ്ടായിരുന്നു. അതുപോലെ നമുക്കും ആകാമെന്നാണ് എൻ്റെ പക്ഷം. അത് എൻ്റെ അഭിപ്രായം. ചില സുവിശേഷ പ്രവർത്തകരും പ്രസംഗകരും സഹോദരന്റെ ശൈലി അനുകരിക്കുകയും പ്രസംഗം അനുകരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അവരോടുള്ള മനോഭാവം എന്താണ്? എൻ്റെ പ്രസംഗ ശൈലിയും ആശയങ്ങളും പ്രചരിപ്പിക്കാൻ കൊള്ളാകുന്നതെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടും അനുകരിക്കാൻ കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ടുമാണ് അവരത് അനുകരിക്കുന്നത്. മാത്രമല്ല അത് അനുകരിക്കുന്നത് കൊണ്ട് അവർക്കും വളരെയേറെ അംഗീകാരം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അനുകരിക്കുന്നത്. മാത്രമല്ല എനിക്ക് അങ്ങനെയുള്ള ആളുകൾ അനുകരിക്കുന്നതിൽ യാതൊരു പ്രയാസവുമില്ല. 100 പൂക്കൾ ഒന്നിച്ച് വിരിയട്ടെ എന്നുള്ള മാവോയുടെ വാക്കുകളാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്ക് 100 അനുകാരികൾ ഉണ്ടാകുന്നെങ്കിൽ ഞാൻ അത്രയും സന്തുഷ്ടനാണ്. ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ആത്മാവിന്റെ പ്രവർത്തന ഫലമാണല്ലോ. അപ്പോൾ വേറൊരു വ്യക്തിയുടെ പ്രസംഗമോ ശൈലിയോ അനുകരിക്കുന്നത് ആത്മാവിന്റെ പ്രവർത്തനത്തിന് ഫലകരമായിട്ടോ അതോ ദോഷകരമായിട്ടോ ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ?
വിശദീകരിക്കാമോ? വിശദീകരിക്കാം. അപ്പോസ്തലനായ പൗലോസ് സ്തേവാനോസിന്റെ പ്രസംഗം ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ സ്തേവാനോസിന്റെ പ്രസംഗവും അപ്പോസ്തലനായ പൗലോസിന്റെ ഇക്കോന്യയിലെ പ്രസംഗവും, അതായത് പിസിദ്ധ്യ അന്ത്യോക്യയിലെ പ്രസംഗം ഒന്ന് പരിശോധിച്ചാൽ ഈ പ്രസംഗങ്ങളിൽ എത്ര മാത്രം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കാണാം. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്തേവാനോസിന്റെ പ്രസംഗം പൗലോസിനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ രീതിയാണ് പൗലോസ് അവലംബിച്ചിട്ടുള്ളതെന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് ഒരാൾ പ്രസംഗിക്കുമ്പോൾ ആശയം, പദാവലികൾ ഇതൊക്കെ അനുകരിക്കുമെങ്കിലും ആ പ്രസംഗത്തിൽ വ്യാപരിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് ആ പ്രസംഗത്തിൽ വ്യാപരിക്കുന്നു എങ്കിൽ അത് ശരിയല്ലെന്ന് പറയാനൊക്കെയില്ല. അപ്പോൾ ഫലകരമായിട്ട് അതായിരിക്കും. ഒരിക്കൽ പ്രസംഗങ്ങളിലൂടെയും മറ്റും നിശ്ചിതമായി വിമർശിച്ച ചില കാര്യങ്ങൾ പിൽക്കാലത്ത് സ്വീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടിട്ടുള്ളതായി തോന്നുന്നുണ്ട്. അതിനോടുള്ള മനോഭാവം അഥവാ അതിന്റെ വിശദീകരണം എന്താണെന്ന് പറയാമോ? ഒരു ഉദാഹരണം പറയാമോ? ഉദാഹരണത്തിന്, ആദ്യ സമയങ്ങളിൽ അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പോകുന്നവരെ വിമർശിക്കുന്നുണ്ട് എന്നൊരു ചിന്താഗതി മറ്റുള്ളവരുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ആ സ്ഥലങ്ങളിലേക്കൊക്കെ സഹോദരൻ പോവുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പുറപ്പെട്ട് പോയി സകല ജാതികളോടും പ്രസംഗിക്കണമെന്നാണ് പറഞ്ഞത്. യെരുശലേം, യഹൂദ്യ, ശമറിയ ഭൂമിയുടെ അറ്റത്തോളം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അമേരിക്കയിൽ പോയി പ്രസംഗിക്കുന്നതിനോടോ ഗൾഫിൽ വന്ന് പ്രസംഗിക്കുന്നതിനോടോ ഞാൻ ഒരിക്കലും എതിര് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് വിമർശിച്ചിട്ടുള്ളത് അമേരിക്കയുടെ അധാർമികതയെ ഞാൻ വിമർശിക്കുകയും അമേരിക്കയിൽ പോയി സുവിശേഷത്തിൻ്റെ പേര് പറഞ്ഞ് ധനാർജനം നടത്തി അതുകൊണ്ട് ഇവിടെ മറ്റ് പല നിലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവരെ ഞാൻ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അമേരിക്കയെ ഞാൻ ഇങ്ങനെ ശക്തമായ രണ്ട് നിലയിൽ, അമേരിക്കയുടെ അധാർമികതയും അതോടൊപ്പം സുവിശേഷത്തിൻ്റെ പേര് പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് ധനാർജനം ചെയ്ത് ഇവിടെ മറ്റു നിലയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നവരെ വിമർശിച്ചതുകൊണ്ട് പൊതുവെ ആളുകളുടെ ഇടയിൽ ഞാൻ അമേരിക്കൻ വിരുദ്ധനാണെന്നും ഒക്കെ ഒരു അഭിപ്രായമുണ്ടായി. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ അമേരിക്കയിൽ പോവുകയില്ല, പ്രസംഗിക്കുകയില്ല എന്ന്. പക്ഷെ ആളുകൾ സ്വയം അങ്ങനെ വിലയിരുത്തിയതാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. പക്ഷെ ഞാൻ പോകാൻ താല്പര്യപ്പെട്ടില്ല. അവർ എന്നെ ക്ഷണിച്ചവർ താല്പര്യപൂർവ്വം ക്ഷണിച്ചപ്പോൾ ഞാൻ പോവുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസംഗവേദിയിൽ സഹോദരൻ പൊതുവെ വിമർശകനായിട്ടാണല്ലോ അറിയപ്പെടാറുള്ളത്. എന്താണ് വിമർശനം കൊണ്ടുള്ള ലക്ഷ്യം? സമൂഹത്തിന്റെ ഉന്മനത്തിനും അവിടെ അധാർമികതയ്ക്ക് എതിരായും ഉള്ള സന്ദേശങ്ങളാണ് പ്രായമായ വിമർശനമായി വരുന്നത്. ഈ വിമർശനത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് പ്രവാചകന്മാരിൽ നിന്നാണ്. പിന്നീട് വന്ന യോഹന്നാൻ സ്നാപകനും ആ പാത തന്നെ തുടരുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു വലിയൊരു വിമർശകനായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് വേറെ വലിയ വിമർശകനായിരുന്നു. അവരിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. ഏത് കാലത്തുമുള്ള സമൂഹത്തിൻ്റെ അധോഗമനത്തെയും അതുപോലെ തന്നെ അധാർമികതയെയും തെറ്റായ നീക്കങ്ങളെയും വിമർശനം കൊണ്ട് മാത്രമേ തിരുത്താൻ കഴിയുള്ളൂ. തിരുത്തേണ്ടത് അവരുടെ ബാധ്യതയാണ്, പക്ഷെ പറയേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നത്. ഇപ്രകാരമുള്ള ഉദ്ദേശം കഴിഞ്ഞ അനേക വർഷങ്ങളിലെ വിമർശനങ്ങളിലൂടെ സാധിക്കപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ? സാധിക്കപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ സമൂഹത്തിന് അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിനൊക്കെ വന്നിരിക്കണം ആയിരുന്നു. അത് എവിടെയും വന്നിട്ടില്ല. പക്ഷെ കുറേയെങ്കിലും പ്രയോജനം ചെയ്യുന്നു എന്ന് തന്നെയാണ് എൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെ അഭിപ്രായം. വിമർശനത്തിന് പൊതുവെ രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ക്രിയാത്മക വിമർശനം, മറ്റേത് നശീകരണാത്മക വിമർശനം. നല്ലൊരു കൊണ്ട് വിമർശനവും ക്രിയാത്മക വിമർശനത്തെക്കാൾ നശീകരണാത്മക വിമർശനമാണ് എന്ന് പരക്കെ ഒരു ചിന്താഗതിയുണ്ട്. അതിനോടുള്ള അഭിപ്രായം എന്താണ്? യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടത് കൊമ്പ് ചെത്താതെ ഒക്കെയില്ല എന്നാണ്. അപ്പം ചിലപ്പോൾ ചെത്തുന്നതിനെയാണ് നിങ്ങൾ നശീകരണം എന്ന് പറയുന്നെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ ഒക്കെയില്ല. അതുകൊണ്ടാണ് അത് ആവശ്യമായി വരുന്നത്. പക്ഷെ ഒരിക്കലും സമൂഹത്തിൻ്റെ ദോഷത്തിന് വേണ്ടിയോ നശീകരണത്തിന് വേണ്ടിയോ അത് ചെയ്യുന്നില്ല. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നത് ബ്രഹ്മ സമൂഹത്തിലാണ്. ആ സമൂഹത്തെ സംബന്ധിച്ച് പൊതുവെയുള്ള ധാരണ ബൈബിളിൽ ഏറ്റവും അങ്ങേയറ്റം അംഗീകരിക്കുന്ന വിഭാഗം എന്നാണ്. ആ സമൂഹം എത്രയും മെച്ചമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് വിമർശനം ചെയ്യുന്നത്.
വിമർശകരെ കുറിച്ച് സാധാരണ കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസം, മറ്റുള്ളവർ വിമർശിക്കുന്നവരാണെങ്കിലും സ്വയം വിമർശിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കാത്തവരാണ്, അഥവാ വിമർശനത്തെ ഉൾക്കൊള്ളുവാൻ പലപ്പോഴും കഴിയാത്തവരാണ്. പ്രകാരം ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ? രണ്ട് കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, വിമർശകൻ എപ്പോഴും സ്വയം വിമർശകനായിരിക്കണം. അന്തർമുഖ ചർച്ച കൊണ്ട് സ്വയം വിമർശനം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ എങ്ങനെ ബാധിക്കുമെന്ന് പലപ്പോഴും ഞാൻ നോക്കാറുണ്ട്. രണ്ടാമത്, എൻ്റെ പ്രസംഗം വിമർശനം ഇഷ്ടപ്പെടാത്തവർ തിരിച്ചെന്നെ വിമർശിക്കാറുണ്ട്. അത് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. തിരിച്ചു പറയും, മറുപടിയൊക്കെ പറയും, പക്ഷേ സ്വാഗതം ചെയ്യുന്നുണ്ട്. വിമർശിക്കപ്പെട്ടെങ്കിൽ മാത്രമേ വിമർശകനും നന്നാകുകയുള്ളൂ. അവിടെ ഒരാൾ വിമർശിക്കുമ്പോൾ അയാൾ വിമർശിക്കപ്പെടുന്നതും ഇഷ്ടപ്പെടണം.